ഇമ്പോർട്ടൻസും അതിന് മോണ്ടിസോറി അത് മെത്തേഡും ജസ്റ്റ് അബ്സോർബൻ അത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് തന്നതാണ്. ഐ മീൻ ക്ലാസ്സിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഫസ്റ്റ് ഒരൊറ്റ ക്ലാസ് അല്ലേ കഴിഞ്ഞത്? അതിന്റെ നോട്ട് മിസ് തന്നക്ക് കഴിഞ്ഞതിന്റെ ഒരു തന്നിട്ടുണ്ട്. ആ ആ ഓക്കെ ഇത് ഓക്കെ. തരാന്ന് പറഞ്ഞതാണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ എങ്ങനെ? നോട്ട്സ്. ഇതിന്റെ നോട്ട്സ് തരാന്ന് പറഞ്ഞിരുന്നു. ഡോക്ടർ മരിയ മോണ്ടിസറിയുടെ നോട്ട്സ് ഇവിടെ അബ്സോർബൻ മൈൻഡ് വരെ നോട്ട്സ് കിട്ടിയത്. ഈ ബാക്കിയുള്ള അന്ന് തന്നെ അടുത്ത ടൈമിൽ തന്നെ സെൻഡ് ചെയ്യാ പറഞ്ഞതായിരുന്നു. കേട്ടോ. ബാച്ച് 3 അല്ലേ നിങ്ങൾ വരുന്നത്? 3 തന്നെ. ഫസ്റ്റ് ഇതിന്റെ ഒരു ക്ലാസ്സല്ലോ മിസ്. അതും പറഞ്ഞു കഴിഞ്ഞാല് മിസ് അന്ന് നോട്ട് തന്നതില് ലാസ്റ്റ് ഇമ്പോർട്ടൻസും റോൾ ഓഫ് മോണ്ടിസോറി അതൊക്കെ പറഞ്ഞായിരുന്നു. അതൊക്കെ ഒരൊറ്റ നോട്ടിൽ ഓക്കെ ഓക്കെ ഓക്കെ. അതിന്റെ തന്നിട്ടുണ്ട് ഡോക്ടർ മരിയ മോണ്ടിസറി. ആ പിന്നെന്തായാലും നിങ്ങൾ നോട്ട്സ് തന്നിട്ടില്ല എന്ന് പറഞ്ഞിങ്ങനെ വന്നിരുന്നത്? കാണാനിട്ടായിരിക്കും എങ്ങനെ? ഗ്രൂപ്പിൽ അടുത്ത കാണാനിട്ട് നോട്ട്സ് ആണ് അത് തന്നിട്ടുണ്ട്. അത് അതാ കഴിഞ്ഞിട്ട് നോട്ട്സ് അതാ ആണ്. ഞാനും കൺഫ്യൂസ്ഡ് ആയത്. ഐ മീൻ നിങ്ങൾക്ക് പോയ ക്ലാസ്സിനുള്ളത് അയച്ചിട്ടുണ്ടല്ലോ. ആ അപ്പൊ ഇന്നും വന്നിട്ടുണ്ടല്ലോ ഒരു മെസ്സേജ് നോട്ട്സ് കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്ന മാം അവര് മോണ്ടിസോറി ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ടുണ്ടാവൂല, അതായിരിക്കും. ഓക്കെ. അപ്പൊ നമ്മളത് എടുത്തിട്ട് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേനോ ഗ്രൂപ്പിൽ നിന്ന്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാനതാ കൺഫ്യൂസ്ഡ് ആയത്. ഐ മീൻ ഒരൊറ്റ ക്ലാസ്സിൽ ഉള്ള അന്നത്തെ കംപ്ലീറ്റ് കോൺഷ്യസും അബ്സോർബർ മൈൻഡ് പിന്നെ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ഒരു പറഞ്ഞില്ലേ, ദ ചൈൽഡ് ഈസ് ബോത്ത് എ ഹോപ്പ് ആൻഡ് പ്രോമിസ് ടു മാൻകൈൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബോക്സില് അവിടെ വരെയാണ് അതാണ് പറഞ്ഞത്. അതുവരെയാണ് നിർത്തിയത്, നോട്ട് നിർത്തിയത്. ഓക്കെ ഓക്കെ. മിസ് ഞാൻ സൈക്കിക് സബ്കോൺഷ്യസ് അത് പാച്ച് കഴിഞ്ഞിട്ട് ആണല്ലേ? സബ് കോൺഷ്യസ് മൈൻഡ് എടുത്തിട്ടില്ലേ, അതിന്റെ നോട്ട്സ് ഒക്കെ ആണ്. സെൻസിറ്റിവിറ്റി പീരിയഡും സെൻസിറ്റീവ് പീരീഡ്സിന്റെ നോട്ട്സ് തരാനുണ്ട്. ഡോക്ടർ മരിയ മോണ്ടിസറി ചെറിയ നോട്ട്സ് വന്നിട്ടുണ്ട്. ഐ മീൻ മോണ്ടിസറി മെത്തേഡ്, ഡോക്ടർ മരിയ മോണ്ടിസറി, ദെൻ മിക്സഡ് ഏജ് ഗ്രൂപ്പ്, അബ്സോർബർ മൈൻഡ്, ദെൻ ചൈൽഡ്സ് ബോത്ത് ആൻഡ് ഹോപ്പ് ആൻഡ് പ്രോമിസ് ഓഫ് മാൻകൈൻഡ്. അത്രയും വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ. ശരി. ഞാൻ തന്നെ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയതാണ്. ഇത് പുതിയ ബാച്ചാണ്, പക്ഷെ എവിടെ എന്നുള്ളതിൽ. ഓക്കെ, ഇപ്പൊ കൺഫ്യൂഷൻ മാറി. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലോട്ട് വരാം. ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടല്ലോ അല്ലേ? ഇല്ല, കിട്ടിയിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ശരി. അപ്പോ ടെക്സ്റ്റ് ബുക്കിന്റെ ഡോക്ടർ മരിയ മോണ്ടിസറിയെ കുറിച്ച് നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇതിന് ഒരു വർക്ക് ഉണ്ട് നിങ്ങൾക്ക്. ഡോക്ടർ മരിയ മോണ്ടിസറിയുടെ ബയോഗ്രഫി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ നോട്ട്സ് ഞാൻ കുറച്ച് നോട്ട്സും വിട്ടു തരുന്നുണ്ട്. ഇത് കൂടാതെ കൃത്യമായിട്ട് നിങ്ങൾ ഡോക്ടർ മരിയ മോണ്ടിസറിയെ കുറിച്ച് സെർച്ച് ചെയ്യുക, കൂടുതലായിട്ട് അറിയുക, മോണ്ടിസറി മെത്തേഡിനെ കുറിച്ച് സെർച്ച് ചെയ്യുക, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു അസൈൻമെന്റ് ആണ്. ജസ്റ്റ് ഡോക്ടർ മരിയ മോണ്ടിസറിയുടെ ബയോഗ്രഫിയുടെ ഒരു അസൈൻമെന്റ്. മിനിമം 3 പേജ്, മിനിമം 3 പേജിൽ കൂടാൻ കുറയരുത്. അപ്പൊ ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ A4 അന്ന് എല്ലാവരും അയച്ചില്ലല്ലോ എനിക്ക് ചൈൽഡ് ഒബ്സർവേഷൻ. ആകെ എനിക്ക് വന്നത് സെൻഡ് ചെയ്യാനായോ, അയക്കാനായോ സമയം? പിന്നെ 2 വീക്സ് കഴിഞ്ഞില്ലേ? മിസ്സിന് അയച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അയച്ചിട്ടുണ്ടേനു. 2-3 പേര് എനിക്ക് അയച്ചിട്ടുണ്ട്. പേഴ്സണൽ അല്ലേ വിടാൻ പറഞ്ഞിട്ടുള്ളത്? അതെ അതെ, പേഴ്സണൽ ആയിട്ട് അയച്ചവരെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങള് PPTTC MTTC കോംബോ എന്ന് എഴുതുമ്പോൾ അതിന്റെ കൂടെ ഇയർ ബാച്ചും കൂടെ എഴുതണം കേട്ടോ. 3rd ബാച്ച്, 2nd ബാച്ച്, അങ്ങനെ 2nd ബാച്ചും 3rd ബാച്ചിലും ഉണ്ട് PPTTC.
മോണ്ടിസോറി കോംബോ. പക്ഷെ ഇപ്പൊ നിങ്ങൾ അയച്ചത് എനിക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റിയത് എന്താന്ന് വെച്ചാൽ ഈ വർക്ക് ഞാൻ നിങ്ങൾക്കാണ് ഇപ്പൊ തന്നിട്ടുള്ളത്. അവരുടെ വർക്ക് കഴിഞ്ഞതാണ് ഈ വർക്ക്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്തത്. അപ്പൊ അങ്ങനെ അയക്കുമ്പോൾ ബാച്ച് 3 എന്നും കൂടെ അയക്കണം കേട്ടോ. ആ ചൈൽഡ് ഡിസീസിന്റെ മിസ്സിനാണ് അയക്കേണ്ടത്. എങ്ങനെ ക്ലിയർ ആയില്ല? ചൈൽഡ് ഡിസീസിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞില്ലല്ലോ, അത് മിസ്സിനാണ് അയക്കേണ്ടത്. അത് ഹെൽത്ത്, ഇത് ആ, മോണ്ടിസറി മെത്തേഡ്. നിങ്ങൾ ക്ലാസ് മിക്സ് ചെയ്യരുത്. അല്ല, അത് മിസ്സിനാണ് അയക്കേണ്ടത്, മെൻറ്റർക്കാണ് അയക്കേണ്ടത്. അത് റെക്കോർഡ് മെന്റർക്ക്. അയക്കാനായോ? ഹെൽത്ത് റെക്കോർഡ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞവർ മെന്റർക്ക് അയച്ചു കൊടുത്തോളൂ. കാരണം നിങ്ങളുടെ ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ അവിടെയാണ് അവർ നോട്ട് ചെയ്യുന്നത്. ഉം. അപ്പൊ അവിടെ ഏതെങ്കിലും ഒരു വർക്ക് നിങ്ങൾക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് അത് നോക്കിയിട്ട് നമുക്ക് ഇന്റേണൽ വരുന്നുണ്ട് ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്. അതിലെ എത്രത്തോളം നിങ്ങൾ ആക്റ്റീവ് ലേണർ ആണ് ഓരോ ക്ലാസ്സിലെയും നോക്കും. ഈ ക്ലാസ് മാത്രമല്ല എല്ലാ ക്ലാസ്സത്തെയും കാര്യങ്ങൾ നോക്കും. കാരണം നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് എന്തും നമുക്ക് ചെയ്യാം. ഇപ്പം ക്യാമറ ഓഫ് ചെയ്തിട്ട് നമുക്ക് ആ ഭാഗത്തേക്കേ ഇല്ലാതിരിക്കാം. നിങ്ങൾ ക്ലാസ് കേൾക്കുന്നുണ്ടല്ലോ നമുക്കറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് ആകെ 1 മണിക്കൂറാണ് നിങ്ങൾക്ക് നൈറ്റിൽ ക്ലാസ് ഉണ്ടാവുക. ഈ 1 മണിക്കൂർ ആക്റ്റീവ് ലേണർ ആയിട്ടിരിക്കുക. കാരണം ഈ 10 മാസം കൊണ്ട് നിങ്ങൾ നേടിയെടുക്കുന്നത് വളരെ വലിയൊരു ക്വാളിറ്റിയാണ്. ആസ് എ ടീച്ചർ, പേരിനല്ല പ്രവൃത്തിയിലൂടെ നമ്മൾ കാണിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളൊരു ടീച്ചറാണ് എന്നുള്ളത്. നമുക്ക് സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിട്ട് കാര്യമില്ല നമുക്കതിന്റെ ക്വാളിറ്റി ഇല്ലെങ്കിൽ. ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. സർട്ടിഫിക്കറ്റ് പോരാ, ക്വാളിറ്റി കാണിക്കണം. അധ്യാപകരായാൽ സർട്ടിഫിക്കറ്റിന് മാത്രം പോരാ. PGയോ PhDയോ ഡോക്ടറേറ്റോ ഒക്കെ ആർക്കും എടുക്കാം. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല, കുട്ടികളെ പഠിപ്പിക്കാൻ അറിഞ്ഞിരിക്കണം. ഒരു കുഞ്ഞിനെ കൃത്യമായിട്ട് വാല്യൂ ചെയ്ത് അവന്റെ കഴിവുകളിലേക്ക് എത്തിയിട്ട് അവനെ ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവുകൾ ആ സർട്ടിഫിക്കറ്റ് നേടിയ ആൾക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കാനുള്ള ഒരു കമ്മിറ്റി രൂപവൽക്കരിക്കണം എന്ന് പറഞ്ഞിട്ട് കുറെ പേര് വിമർശനം ഇട്ടിട്ടുണ്ട്. പല സ്കൂളുകളിലും ക്വാളിറ്റി, അതായത് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും, നന്നായിട്ട് സംസാരിക്കും, പക്ഷെ നമ്മളിലുള്ള കാര്യങ്ങൾ അല്ല, നമ്മൾ ആ കുഞ്ഞിന് കൊടുക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ആ കുഞ്ഞിലേക്ക് കിട്ടിക്കോളണം എന്നില്ല. അതിന് ഒരു കഴിവ് വേണം. ആ കഴിവാണ് നിങ്ങൾ നേടിയെടുക്കുന്നത്. ആ കഴിവ് നിങ്ങൾ നേടിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ക്വാളിറ്റിയിലൂടെ ഉയരാൻ പറ്റും. ഐ മീൻ ഞങ്ങളുടെ അടുത്തില്ല നിങ്ങൾ, പക്ഷെ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് അത് നിങ്ങൾ എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ട്, ഏതൊക്കെ രീതിയിൽ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സ്വന്തം ജീവിതത്തിലാണെങ്കിലും നമ്മുടെ സറൗണ്ടിങ്സിലാണെങ്കിലും നമ്മൾ എത്രത്തോളം അതിനെ പോളിഷ് ചെയ്ത് കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അവിടെ നമ്മളാണ്, ഐ മീൻ വിദ്യാർത്ഥികൾ എന്ന് നിങ്ങൾ ഇപ്പൊ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഓരോരുത്തരും ഞങ്ങൾക്ക് ഇപ്പോഴേ ടീച്ചേഴ്സാണ്. അപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ നിങ്ങളാണ് പുറത്തെടുക്കേണ്ടത്. നമുക്ക് വേണ്ടിയിട്ട് ആരും കാത്തിരിക്കില്ല. അവിടെ അങ്ങനെ ഒരു കുട്ടിയുണ്ട്, ഞാൻ ആ കുട്ടിയെ വിളിച്ച് ജോലി കൊടുക്കട്ടെ എന്ന് ആരും വിചാരിക്കില്ല. പക്ഷെ അവിടെ ആ കുട്ടി ടീച്ചേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞതാണ്, സംസാരിച്ചിട്ടൊക്കെ നല്ല ആക്റ്റീവാണ് ആള്, നമുക്കൊന്ന് ട്രൈ ചെയ്താലോ എന്ന് ഒരു സ്റ്റാഫ് അവിടുത്തെ ഹെഡിനോട് പറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാളിറ്റി ഉണ്ടാക്കണ്ടേ? വേണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അവിടെ മാൽ പ്രാക്ടീസ് നടത്തുന്നവരുണ്ടാവും. ഞാൻ ഒത്തിരി ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്. അവിടെ പലരും മാൽ പ്രാക്ടീസ് നടത്താറുണ്ട്. ഐ മീൻ ഓൺലൈനിൽ നമുക്ക് പേര് കാണാം, പക്ഷെ ആൾ ഓൺലൈൻ ഉണ്ടാവില്ല. ആളുടെ പണിക്ക് എന്തെങ്കിലും പോയിട്ടുണ്ടാവും, ഓഡിയോയും വീഡിയോയും ഓഫ് ചെയ്തിട്ട്. കാരണം ഈ 1 മണിക്കൂർ ആളുടെ പേര് അവിടെ ഓൺലൈനിൽ ഉണ്ടാവും. അപ്പൊ അത് പോരാ, നിങ്ങൾ നിങ്ങളുടെ ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കുക. ഇപ്പൊ ഇവിടെ ഡോക്ടർ മരിയ മോണ്ടിസറിയെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും ഡോക്ടർ മരിയ മോണ്ടിസറിയുടെ ഫുൾ നെയിം എന്താണ്? മരിയ പറഞ്ഞോളൂ. ടെക്കിയ ആർട്ടിമിസിയ ആർട്ടിമിസിയ മോണ്ടിസറി. അതെ, ഡോക്ടറാണ്, ഐ മീൻ MBBS ഡോക്ടറാണ്.
അല്ലാതെ ഫിലോസഫിയിൽ ഡോക്ടറേറ്റ് എടുത്തതല്ല, അതുപോലെ എഡ്യൂക്കേഷൻ മെത്തേഡിൽ ഡോക്ടറേറ്റ് എടുത്തതല്ല. MBBS ആണ് ആള്, ഫിസിഷ്യൻ ആണ്. ആ ഒരു ഡോക്ടർ ഈ ഒരു മോണ്ടസറി മെത്തേഡിലോട്ട് എത്തിച്ചേർന്നത് ഏത് രീതിയിലാണ്? അവിടെ മെയിൽ ഡൊമിനന്റ് ഫീൽഡ് ആണ്. ഇപ്പൊ നമ്മളെ പോലെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അവിടെ, ഇപ്പൊ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് പഠിക്കുക, അല്ലെ എന്നെ ആരും പ്രൊട്ടക്ട് ചെയ്യാനില്ല, എനിക്കാരും ഫ്രണ്ട്സ് ഇല്ല, എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്നാൽ നമ്മളവിടെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പൊ അവിടെ ഡോക്ടർ മെയിൽ ഡൊമിനന്റ് ഫീൽഡ് ആയിട്ടുള്ള MBBS ഫസ്റ്റത്തെ ഇറ്റലിയിലെ ആദ്യ വനിതാ ഡോക്ടർ, ഇറ്റലിയിലെ ചരിത്രത്തിലെ തന്നെ ആദ്യ വനിതാ ഡോക്ടറാണ് ഡോക്ടർ മരിയ മോണ്ടസറി. ദെൻ അവിടുന്ന് റോമിലാണ് ഡോക്ടർ, ഇറ്റലിയിലെ റോം ചിയാരവെല്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനനം. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ജസ്റ്റ് മെഡിക്കൽ കരിയർ ആരംഭിച്ച് അവിടെ വുമൻസ് റൈറ്റ്സ് മൂവ്മെന്റ് എന്നുള്ള സംഘടനയിലൂടെ, ഒരു സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയാണ്, രോഗികൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു. ദെൻ 28-ാമത്തെ വയസ്സിൽ ഡോക്ടർ ഒരു മെന്റലി റിട്ടാർഡ് ആയിട്ടുള്ള ഒരു സ്ലം ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണ്. അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ വല്ലാണ്ട് അഗ്രസീവാണ്. അവിടെ നോർമൽ കുട്ടികളെക്കാളും ഡോക്ടർ ഫോക്കസ് ചെയ്തത് മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികളെയാണ്. അതായത് ഇപ്പൊ നമ്മള് മെന്റലി റിട്ടാർഡഡ് അല്ലെങ്കിൽ എന്താ ബുദ്ധിയില്ലാത്തതൊന്നും പറയാൻ പറ്റില്ല. ഭിന്നശേഷി കുട്ടികൾ, അവർക്ക് ബുദ്ധിയില്ലെങ്കിൽ വേറൊരു കഴിവിലൂടെ ദൈവം അവർക്ക് കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഭിന്നശേഷി എന്ന് നമുക്ക് പറയാൻ പാടുള്ളൂ. ഭിന്നശേഷി കുട്ടികൾ, ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കിടയിൽ വർക്ക് ചെയ്ത് അവരെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു വലിയൊരു വെല്ലുവിളി ഏറ്റെടുത്തിട്ടാണ് ഡോക്ടർ അവിടെ വർക്ക് ചെയ്യുന്നത്. ആ രീതിയിൽ സാൻ ലോറൻസോ എന്നൊരു സ്ലം ഡിസ്ട്രിക്ട് ഏരിയയിൽ ഡോക്ടർ മരിയ മോണ്ടസറി നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷെൽട്ടർ രൂപീകരിച്ച് അവിടെ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്തിട്ട് നിർത്താൻ. ദെൻ ആ ഒരു കാലയളവില് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇറ്റലിയിൽ നിന്നും പുറത്തേക്ക് വന്നത് കുട്ടികൾക്ക്, നോർമൽ ആയിട്ടുള്ള കുട്ടികൾക്കും എഡ്യൂക്കേഷൻ കൊടുത്ത സമയത്ത് അവിടുത്തെ ഭരണാധികാരികളായിട്ടുള്ള ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ നാട് കടത്തുകയാണ് ഡോക്ടർ മരിയ മോണ്ടസറിയെ. അങ്ങനെ യൂറോപ്പിലേക്ക് മൂവ് ചെയ്തിട്ട് അവിടെ നിന്നാണ് പിന്നെ വേൾഡ് വൈഡ് ആയിട്ടുള്ള മോണ്ടസറി മെത്തേഡ് ഓഫ് ടീച്ചിങ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളല്ലേ? അതെ, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട്, അസൈൻമെന്റ് മേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഡോക്ടർ മരിയ മോണ്ടസറിയുടെ ഫുൾ നെയിം എഴുതുക. ഇപ്പൊ ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ജനനവും മരണവും എഡ്യൂക്കേഷനും കരിയറും ഞാൻ ഇന്ന് വിട്ടുതരാം. അതിന്റെ ഒരു എക്സ്പാൻഡ് ഫോം, ആ ഫസ്റ്റത്തെ പേജിൽ നമ്മൾ മരിയ ടെക്ല ആർട്ടിമിസിയ മോണ്ടസറി ജനനം മുതൽ മരണം വരെയുള്ള ആ ഒരു ഡേറ്റ് എഴുതുക. 1882 ഇത് നോക്കട്ടെ. 70 അല്ലേ മിസ് എന്ന് പറഞ്ഞ 1870 to അല്ല, 1952. 1870. അതെ, 1952. 1872. യെസ്, 1872. യെസ്, 70 അല്ലേ? 70 to 1952 അല്ലേ? യെസ്, അതെ അതെ. 31st 1870, 31 ഓഗസ്റ്റ് 1952. 1870. ദെൻ 6th മെയ്, 1952. 6 മെയ്, 6-ാം തീയതി മെയ് മാസം 1952, 81 വയസ്സായിട്ടുണ്ട്. നോർഡിജിക്കില്, നെതർലാൻഡ്സിലെ നോർഡിജിക്കിലാണ് ഡോക്ടർ മരണപ്പെടുന്നത്. അപ്പൊ ആ ഒരു ഇയർ എഴുതുക ഫസ്റ്റ്. എന്നിട്ട് അതിനുശേഷം ഡോക്ടറെ ഫാദറിന്റെയും മദറിന്റെയും പേരെഴുതുക. അലസാൻഡ്രോ മോണ്ടസറി ആൻഡ് റെനിൽഡെ സ്റ്റെഫാനി. ദെൻ കുട്ടി ഒരാളേ ഉള്ളൂ, ഒരു മകനെ മാത്രമേ ഉള്ളൂ. ദെൻ അവന്റെ പേരെഴുതുക. അതിന് ശേഷം പേജ് മറിക്കുക. ഇപ്പൊ അവിടെ ഒരു ഇൻട്രൊഡക്ഷൻ വന്നു ഡോക്ടർ മരിയ മോണ്ടസറിയെ കുറിച്ച്. എന്നിട്ട്
ഡോക്ടർ മരിയ മോണ്ടസറി ഫസ്റ്റ് ആരായിരുന്നു, ദെൻ അത് എങ്ങനെയാണ് ഡോക്ടർ മരിയ മോണ്ടസറി ഈ ഒരു മോണ്ടസറി മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിലേക്ക് എത്തിപ്പെട്ടത്, പിന്നെ ആ മോണ്ടസറി മെത്തേഡ് ഓഫ് ടീച്ചിങ് എങ്ങനെയാണ് വേൾഡ് വൈഡ് ആയത്, ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ് മോണ്ടസറി മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിലെ ഇന്നത്തെ കാലയളവിൽ അത് എത്രത്തോളം കുട്ടികൾക്ക് എഫക്റ്റീവ് ആണ്. പിന്നെ അതിനൊരു 3 ഇയർ സ്പാൻ ആണ് നമ്മൾ ബേസിക്കലി വെക്കുന്നത്. 3 ഇയർ സ്പാനിൽ നോർമലി പറയുന്നത് 3 to 4, 4 to 5, 5 to 6. 3 to 4 പ്രീ കെ ജി ആണ്, 4 to 5 LKG. നമ്മൾ നോർമലി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാണ് LKG, ദെൻ 5 to 6 UKG. അപ്പൊ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ കറക്റ്റ് ആയിട്ട് 3 to 4, 4 to 6 സെൻസറി ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കോൺക്രീറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ 5 to 6 കംപ്ലീറ്റ് ആ കോൺക്രീറ്റിൽ നിന്നും അബ്സ്ട്രാക്ട് ഫോമിലേക്ക് എഴുത്തിലേക്ക് കുഞ്ഞുങ്ങളെ മാറ്റാണ്. മോണ്ട് 1, മോണ്ട് 2, മോണ്ട് 3 ഇങ്ങനെയാണ് നമ്മൾ മോണ്ടസറിയിൽ ക്ലാസ്സുകൾ ഡിവൈഡ് ചെയ്യാറുള്ളത്. പ്രീ കെ ജി, LKG, UKG എന്നുള്ളത് മോണ്ട് 1, മോണ്ട് 2, മോണ്ട് 3. ഈ പ്രീ കെ ജിയിൽ ഫുള്ളി സെൻസറി ആക്ടിവിറ്റീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ്, സെൻസറി ആക്ടിവിറ്റീസ്, ദെൻ ലാംഗ്വേജിലെയും മാത്സിലെയും കൾച്ചറിലെയും നമുക്ക് ഫസ്റ്റ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ആക്ടിവിറ്റീസ്. അത് മാത്രമാണ് 3 to 4 നമ്മൾ കൊടുക്കുക. ദെൻ 4 to 5 എത്തുമ്പം ലാംഗ്വേജിന്റെ ഇൻട്രൊഡക്ടറി എക്സസൈസും അതിനോടനുബന്ധിച്ചിട്ടുള്ള ആക്ടിവിറ്റീസും ലാംഗ്വേജിൽ കൊടുക്കും. മാത്തമാറ്റിക്സിലോട്ടാവുമ്പം അബ്സ്ട്രാക്ട് ഫോമിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഗോൾഡൻ ബീഡ്സ് ഓപ്പറേഷൻസും ഷോർട്ട് ബീഡ് ഓപ്പറേഷൻസും ഉണ്ട്, അത് കൊടുക്കും. പിന്നെ കൾച്ചറിലോട്ട് നോൺ റീഡിങ് ചൈൽഡ് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ ഓരോ കാര്യങ്ങളും ഞാൻ പറയുമ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. റീഡിങ് ചൈൽഡ്, നോൺ റീഡിങ് ചൈൽഡ്. റീഡിങ് ചൈൽഡ് വരുന്നത് 4.5 to സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം ഒരു 4.5 വയസ്സ് വരെ കുട്ടിക്ക് പക്ക റീഡിങ്ങിലോട്ട് എത്തിക്കുന്നില്ല. ഒരു 4 വയസ്സ് മുതൽ ഏകദേശം നമ്മൾ സാൻഡ് പേപ്പർ ട്രേസ് ചെയ്തിട്ട് ഒരു ഫിംഗർ ഗ്രിപ്പ് കിട്ടുന്ന രീതിയിൽ, ഇപ്പൊ നോർമലി സ്കൂൾസിലൊക്കെ സാൻഡ് ആക്ടിവിറ്റീസ്, അതുപോലെ അരിയൊക്കെ എടുത്തിട്ടുള്ള ആക്ടിവിറ്റീസ് സെൻസ് ഡെവലപ്പ് ചെയ്യാനെന്നുള്ള പേരിൽ കൊടുക്കുന്നുണ്ട്. ഇതിനൊക്കെ കറക്റ്റ് മെത്തേഡ് നമുക്ക് മോണ്ടസറി മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിലുണ്ട്. അപ്പൊ അത് 4 to 4.5 വരെയാണ് കൊടുക്കാറുള്ളത്. 4.5 ശേഷം മാത്രമാണ് പെൻസിൽ ഗ്രിപ്പ് കിട്ടുന്ന ആക്ടിവിറ്റീസ് കൊടുക്കുന്നത്. ഐ മീൻ നമ്മൾ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ 3 ഫിംഗേഴ്സ് വെച്ചിട്ടാണ് കൂടുതലും ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നത്. അത് ഈ 3 ഫിംഗേഴ്സിന്റെ ആക്ടിവിറ്റീസ് പറഞ്ഞാൽ പെൻസിൽ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. കൃത്യമായിട്ട് നമ്മൾ പേന പിടിക്കുന്നത് ഈ ഒരു മെത്തേഡ് 3 ഫിംഗർ യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ നമ്മൾ 2 ഫിംഗർ ഫോൾഡ് ചെയ്യും. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ മിക്ക ആക്ടിവിറ്റീസും പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ ചെയ്യുന്നത്. ഈ ഒരു 3 ഫിംഗർ യൂസ് ചെയ്തിട്ട് പിടിക്കുന്നതാണെങ്കിലും വെക്കുന്നതാണെങ്കിലും എല്ലാം അവിടെ ആ ഒരു രീതിയിൽ കൊടുക്കുക. അപ്പോൾ 3 ഇയർ സ്പാനിൽ 3 to 4, 4 to 5, 5 to 6. ഈ 3 ഇയർ സ്പാൻ എന്താണ്, 3 ഇയർ സ്പാനിന്റെ ഇമ്പോർട്ടൻ്റ് എന്താണ്. പിന്നെ ലാസ്റ്റ് വരുന്നത് കൺക്ലൂഷൻ ആണ്. അപ്പോൾ അവിടെയൊക്കെ കണ്ടന്റ് ആണ് നമ്മൾ എഴുതിയത്. ദെൻ കൺക്ലൂഷനിൽ നെക്സ്റ്റ് ജനറേഷൻ, ഇപ്പൊ നമ്മള് കഴിഞ്ഞ് ഇപ്പോഴത്തെ കുഞ്ഞായിരിക്കുന്ന ജനറേഷൻസ്, അതായത് നിങ്ങളുടെ സ്റ്റുഡന്റ് ആയിരിക്കുന്ന ജനറേഷൻ, ഈ മോണ്ടസറി മെത്തേഡ് ഓഫ് ടീച്ചിങ് അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ഫ്യൂച്ചറിലേക്ക് ഇവർക്ക് ബെനിഫിറ്റ് ആവുക, ഏത് രീതിയിലാണ് ബെനിഫിറ്റ് ആവുക എന്നുള്ളത്. എന്നിട്ട് പറയാം കൺക്ലൂഷനിൽ എന്താ? കൺക്ലൂഷനിൽ ഇപ്പൊ നമ്മളിപ്പം പഠിപ്പിക്കുന്ന കുട്ടികൾ ഉണ്ടാവില്ലേ, ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള KG സ്റ്റുഡൻസ്, അവർക്ക് നമ്മൾ മോണ്ടസറി മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇംപ്ലിമെന്റ് ചെയ്യുക. അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഏത് രീതിയിലാണ് അത് ഫ്യൂച്ചറിലേക്ക് ബെനിഫിറ്റ് ആവുക, അതാണ് കൺക്ലൂഷനിൽ എഴുതേണ്ടത്. അപ്പൊ നമുക്ക് അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ ബേസിക് ആയിട്ട് ഒരു കാര്യം എടുത്തു, ഐ മീൻ നമുക്കൊരു യാത്ര പോകണം. ഈ യാത്ര പോകണം നമ്മൾ തീരുമാനിക്കുമ്പോൾ, ഇപ്പൊ ഫ്രണ്ട്സ് മാത്രമായിട്ട് യാത്ര പോകണം. അപ്പൊ നിങ്ങൾ യാത്രയുടെ മുന്നോടിയായിട്ട് പോവേണ്ട സ്ഥലങ്ങള്, അവിടുത്തെ രീതികള്, ഫുഡ്, യാത്രാ ചെലവ്, ഇതൊക്കെ നമ്മൾ
നോക്കും. ഇൻട്രൊഡക്ഷൻ ആയിട്ട്. കണ്ടന്റ് ആയിട്ട് എന്താണ്? അവിടെ പോകുന്ന കാര്യങ്ങളാണ്. പോയി സ്റ്റേ ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ. കൺക്ലൂഷൻ ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്, ഈ യാത്ര എനിക്ക് ഭയങ്കരമായിട്ട് എനർജറ്റിക് ആയിരുന്നു, ഇനിയും വേണം, ഇനിയും പോണം. 3 കാര്യങ്ങൾ. ഇൻട്രൊഡക്ഷൻ, കണ്ടന്റ്, കൺക്ലൂഷൻ നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ഈ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു തന്നത് പോകുന്നതിന് മുന്നത്തെ കാര്യങ്ങൾ, പോയിട്ടുള്ള കാര്യങ്ങൾ, പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾ. അത് നമ്മൾ ഒരു അനുഭവം എന്നുള്ള രീതി തന്നെ പ്രസന്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഒരാളും കോപ്പി ചെയ്യരുത്. ഇപ്പൊ 2 പേര് അടുത്തടുത്ത വീടുകളിൽ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യരുത്. നീ എഴുതിയത് എനിക്കൊന്ന് അയച്ചുതാന്ന് പറയരുത്. കാരണം നിങ്ങളുടെ തോട്ട്സ് ആണ്. നിങ്ങൾക്ക് അറിയണം ആരാണ് മോണ്ടസറി, എന്താണ് മോണ്ടസറി മെത്തേഡ്, ഈ മോണ്ടസറി മെത്തേഡിലൂടെ കുട്ടികൾക്ക് എന്താണ് കിട്ടേണ്ടത്. അത് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ ഒരു മോണ്ടസറി മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്നുള്ള ഈ മോണ്ടസറി ടീച്ചേഴ്സ് നിങ്ങൾക്ക് എടുക്കുമ്പം അതിന്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അടുത്ത ക്ലാസ് മുതൽ എന്നോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങോട്ട് ചോദിക്കുള്ളൂ. എന്താണ് അങ്ങനെ, എന്താണ് ഇങ്ങനെ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. നിങ്ങൾക്ക് ഇങ്ങോട്ടൊന്നും ചോദിക്കാനുണ്ടാവില്ല. കാരണം ചോദിക്കാൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ നെറ്റ് സെർച്ച് ചെയ്തപ്പോ ഇങ്ങനെ ഒരു കാര്യം കണ്ടല്ലോ മിസ്സേ, അതെന്താണ് എന്ന് നിങ്ങൾക്ക് ചോദിച്ചൂടെ? അതിനെക്കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞത് മാത്രമാണ് നിങ്ങൾ കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതിന് അപ്പുറത്തേക്കുള്ള ഒരു കാര്യം അറിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ കൂടുതലായിട്ട് അറിയണം. നെറ്റിൽ മൊത്തം, അതായത് ജെമിനിയിലാണെങ്കിലും ശരി, ഗൂഗിളിലാണെങ്കിലും ശരി, മുഴുവൻ ശരിയാവണം എന്നില്ല. അപ്പൊ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആവണ്ടേ? ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് ജെമിനിയോട് ചാറ്റ് GPT, ജെമിനി, ഇത് 2 തന്നെയല്ലേ. ഇതിനോട് ചോദിച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും. പക്ഷെ എല്ലാം പെർഫെക്റ്റ് ആവണമെന്നില്ല. അവിടെയും മനുഷ്യരടിച്ചു കൊടുക്കുന്നതല്ലേ, അല്ലാതെ ആരുടെ ബുദ്ധിക്കനുസരിച്ചല്ലല്ലോ നമ്മളോട് പറയുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നു എന്നുള്ളത് ആ കൊടുക്കുന്ന ആൾക്ക് ചിലപ്പോൾ കൺവിൻസ് ആവില്ല. പക്ഷെ അത് കേൾക്കുന്ന വേറൊരാൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതല്ലല്ലോ, ഇത് കറക്റ്റ് അല്ലല്ലോ. അപ്പൊ അത് നിങ്ങൾക്ക് എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കൃത്യമായിട്ട് സെർച്ച് ചെയ്യണം. അതിനാണ് ഞാൻ കുട്ടികളുടെ, അതായത് ഒരു കുഞ്ഞിനെ കുറിച്ചിട്ടുള്ള ഒബ്സർവേഷനും നിങ്ങളോട് പറയാൻ ചെയ്യിച്ചത്. ഐ മീൻ, ഒരു കുഞ്ഞിനെ കുറിച്ച് നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ആ കുഞ്ഞിന്റെ ക്യാരക്ടർ, ആ കുഞ്ഞിന്റെ ആറ്റിറ്റ്യൂഡ്, ഇൻ കേസ് ആ കുഞ്ഞിന് സ്ക്രീൻ ടൈം ഉണ്ടോ, സ്ക്രീൻ ടൈം ഉണ്ടെങ്കിൽ സ്ക്രീൻ ടൈമിന് മുമ്പ്, ഐ മീൻ സ്ക്രീൻ ടൈം കുറഞ്ഞ സമയത്ത് എങ്ങനെയായിരുന്നു അവന്റെ ബിഹേവിയർ, ഇപ്പൊ സ്ക്രീൻ ടൈം ഉള്ള സമയത്ത് എങ്ങനെയാണ് അവന്റെ ബിഹേവിയർ, എല്ലാം നിങ്ങൾ ആലോചിക്കില്ലേ, എല്ലാം നിങ്ങൾ ചിന്തിക്കില്ലേ നിങ്ങൾക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ. അപ്പൊ അത് നമ്മൾ ആലോചിക്കണം. നമ്മുടെ ബുദ്ധി നമുക്ക് കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കണം. അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഒരിക്കലും ഇരിക്കാൻ പാടില്ല. ഐ മീൻ, ഒരു ടീച്ചർ ഗ്രോവിങ് പേഴ്സൺ ആണ്, ബോഡി കൊണ്ടല്ല, മൈൻഡ്. നമ്മളെ അറിവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ നമ്മൾ കൃത്യമായിട്ട് സെർച്ച് ചെയ്യണം, കണ്ടുപിടിക്കണം. ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കണം നമുക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട്. നമ്മൾ വാർത്തെടുക്കുന്നത് അടുത്ത ഒരു തലമുറയാണ്. നമ്മൾക്ക് ശേഷം വരുന്ന മക്കള് അടുത്ത തലമുറയാണ്. അവര് നേരെ അറിഞ്ഞ് ശരിയായ രീതിയിൽ ഫോക്കസ് ചെയ്യാനുള്ള ആദ്യ പാഠം പകർന്നു കൊടുക്കുന്നത് ആരാണ്? നമ്മളാണ്. ആദ്യ പാഠം തെറ്റിപ്പോയാൽ എന്ത് സംഭവിക്കും? കുട്ടി പിന്നീട് കിട്ടുന്നതെല്ലാം ചിലപ്പോൾ അവന് റോങ് ആയിരിക്കും. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്. ഒരു കുഞ്ഞിനെ മടയനാക്കാനും ഒരു കുഞ്ഞിനെ ബുദ്ധിശാലിയാക്കാനും ഒരു KG ടീച്ചർക്കാണ് പറ്റുക. വേറെ ഏത് ടീച്ചേഴ്സിനും അത്ര ഇൻവോൾവ്മെന്റ് ഇല്ല. ഒരു KG, LKG, UKG പഠിപ്പിക്കുന്ന ഒരു ടീച്ചർക്ക് ആ കുഞ്ഞിനെ ഏത് രീതിയിൽ ഡെവലപ്പ് ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള പവർ ഉണ്ട്. നിങ്ങളുടെ ഒരു സംസാരം അല്ലെങ്കിൽ ഒരു വാക്ക്, അത് മതി ആ കുഞ്ഞിനെ തളർത്താൻ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ഉയർത്താൻ. അവിടെയാണ് നമ്മൾ പോയിന്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ചൈൽഡ് സൈക്കോളജിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് വരും. ടീച്ചിങ് മെത്തേഡ്സിൽ ഞാൻ സംസാരിക്കുമ്പോൾ പലതും സൈക്കോളജിയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഓരോ ടീച്ചിങ് മെത്തേഡ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും. ഇപ്പോൾ
ഡോക്ടർ മരിയ മോണ്ടിസറിയുടെ ടീച്ചിങ് മെത്തേഡ്സ്. ഈ ടീച്ചിങ് മെത്തേഡ്സ് നമുക്ക് ഇന്ത്യയിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് നമ്മുടെ മഹാത്മാഗാന്ധിയാണ്. പക്ഷെ സ്വാമി വിവേകാനന്ദൻ ഇവിടെ ഡെവലപ്പ് ചെയ്തൊരു ടീച്ചിങ് മെത്തേഡ് ഉണ്ട്. നമുക്ക് കുഞ്ഞുങ്ങളെ ഗുരുകുല വിദ്യാഭ്യാസത്തിലൂടെ കുഞ്ഞുങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് പഠിക്കേണ്ടത്. അതിനൊരു സിസ്റ്റം കൊണ്ടുവരാൻ സ്വാമി വിവേകാനന്ദൻ സാധിച്ചില്ല. ഐ മീൻ സിസ്റ്റമാറ്റിക് ആയിട്ട് സീക്വൻസ് പ്രസന്റേഷൻ ആയിട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. പക്ഷെ ഡോക്ടർ മരിയ മോണ്ടിസറിക്ക് അതൊരു സീക്വൻസ് പ്രസന്റേഷൻ ആയിട്ട് കൊണ്ടുവരാൻ പറ്റി. നമുക്ക് 5 ഏരിയ ഉള്ളത് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. ഫസ്റ്റ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ വരുന്നത് കുഞ്ഞിന്റെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ്. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണോ? ഫസ്റ്റ് പറഞ്ഞ സെൻസോറിയൽ ഏരിയ. ലാംഗ്വേജ് ഏരിയ, ഓക്കെ, ലാംഗ്വേജ്, മാത്സ്, കൾച്ചർ. ഇവിടെ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ മാത്രമാണ്. ഐ മീൻ ഫസ്റ്റ് ഏരിയയിൽ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ വരുന്നത് കുഞ്ഞിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള ഫിംഗർ മസിൽ ഡെവലപ്മെന്റ്, റിസ്റ്റ് മസിൽ ഡെവലപ്മെന്റ്, ഐ ഹാൻഡ് കോർഡിനേഷന്, കോൺസെൻട്രേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതെല്ലാം. ഇത് ഡെവലപ്പ് ആയെങ്കിൽ മാത്രമാണ് കുഞ്ഞിന് സെൻസ് ഡെവലപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റീസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇപ്പം പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ഈസ് എ ഗ്രീൻ ഗേറ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ദ മോണ്ടിസറി ക്ലാസ് റൂം. വളരെ ഇമ്പോർട്ടൻറ്റ്, ഐ മീൻ ഒരു കോർണർ സ്റ്റോൺ കൂടിയാണ് എന്ന് പറയുന്നുണ്ട്. These areas are seen as the cornerstone of the Montessori method. The exercise provide opportunity from purposeful works and they assist children in their development. എല്ലാ ആക്ടിവിറ്റീസും, ഈച്ച് ആൻഡ് എവരി വൺ ആക്ടിവിറ്റീസ് പറഞ്ഞ പോയിന്റ് മിസ് നോട്ട്സിൽ നമ്മൾ ടെക്സ്റ്റിലുള്ളതാ ഇപ്പൊ പറഞ്ഞത്? ടെക്സ്റ്റിലുള്ളതാണ്. യെസ്, ടെക്സ്റ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നതൊക്കെ. അപ്പം നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ടെക്സ്റ്റ് കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. ദെൻ നമുക്ക് എന്താ പറയുന്നത്, കോർണർ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നട്ടെല്ല്, സുഷുമ്ന നാഡി എന്ന് പറയില്ലേ? സുഷുമ്ന നാഡിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് എന്ത് പറ്റും? മൊത്തത്തിൽ തളർന്നു. യെസ്, നമ്മളൊരു നമ്മുടെ താങ്ങി നിർത്താനുള്ള ശക്തി നശിച്ചുപോയി നമ്മളിങ്ങനെ ചലനമറ്റ് കിടക്കും, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതേ രീതിയിൽ തന്നെയാണ് പെർഫെക്റ്റ് ആയിട്ട് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ഒരു കുഞ്ഞിന് കിട്ടിയിട്ടില്ല എങ്കിൽ ഈ മോണ്ടിസറി മെത്തേഡ് പ്രോപ്പർ ചാനലിലൂടെ പോവില്ല. അവിടെ ചില കാര്യങ്ങൾ സ്റ്റണ്ട് ആയിരിക്കും. ഐ മീൻ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ നമ്മൾ കൊടുക്കുന്ന മിക്ക ആക്ടിവിറ്റീസും സെൻസോറിയൽ, ലാംഗ്വേജ്, മാത്സ്, കൾച്ചറുമായിട്ട് കണക്റ്റഡ് ആണ്. ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ടറി എക്സസൈസ് കിടക്കുന്നത് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലാണ്. അപ്പൊ ഇവിടെ ഓരോ ആക്ടിവിറ്റിക്കും വളരെ അർത്ഥമുണ്ട്, മീനിങ് ഫുൾ ആണ്. അതുപോലെ തന്നെ അത് കുട്ടിയുടെ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഏതൊക്കെ രീതിയിലാണ്? ഫിസിക്കലി, കോഗ്നിറ്റീവ്ലി, സോഷ്യലി ആൻഡ് ഇമോഷണലി. ഈ 4 ഏരിയയുമായിട്ട് കണക്റ്റഡ് ആണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലെ ആക്ടിവിറ്റീസ്. പ്രാക്ടിക്കൽ എക്സസൈസ് ആർ ഡിസൈൻഡ് ടു ടീച്ച് ചിൽഡ്രൻ ലൈഫ് സ്കിൽസ്. ലൈഫ് സ്കിൽസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. They help small children develop intelligent and responsible with his surroundings. അവന്റെ ചുറ്റുപാടിൽ നിന്ന് അവന് ഒരു കാര്യം കണ്ടെത്തുന്നതും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതും എല്ലാം എന്താണ്? അവന്റെ സറൗണ്ടിങ്സിലുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ്. അത് നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഓരോ മെറ്റീരിയൽസും ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ വീട്ടിലുള്ള മെറ്റീരിയൽസ് തന്നെയാണ് നമ്മൾ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയക്ക് യൂസ് ചെയ്യുന്നത്. They enhance the children's control over their movements. Then exercising the muscles, the whole body with understanding and will purpose. ശരീരത്തിലെ ഓരോ അണുവിനും
നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഉപയോഗം നമുക്കുണ്ട് അല്ലെ? അപ്പൊ നമ്മുടെ 5 വിരലുകൾ തമ്പും അതുപോലെ തന്നെ നമ്മളെ ചെറിയ ഫിംഗർ, സ്മോൾ ഫിംഗർ, ഇത് ഒന്ന് സ്ഥാനം മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇത് നഷ്ടപ്പെട്ടു. കറക്റ്റായിട്ട് നമുക്ക് ആക്ടിവിറ്റി ചെയ്യാൻ കഴിയുമോ? എന്തെങ്കിലും ഒന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിയില്ല. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ആക്ടിവിറ്റി, പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ വരുന്ന ഓരോ ആക്ടിവിറ്റിയും ഒന്നും ആബ്സെന്റ് ആവരുത്, കൃത്യമായിട്ട് പോകണം. എങ്കിൽ മാത്രമേ കുട്ടിയുടെ ഡെവലപ്മെന്റ് പ്രോപ്പർ വേയിലൂടെ പോകുന്നുള്ളൂ. Then it is least standardized since almost the materials are teacher made or assembled. ഇതിലെല്ലാം നമ്മൾ കുട്ടികൾക്ക് മേക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളാണെങ്കിലും എല്ലാ സാധനങ്ങളും കൊണ്ട് കൊണ്ടുവന്നിട്ട് ആക്ടിവിറ്റി ചെയ്യുക എന്നുള്ള അർത്ഥമില്ല. ഓരോന്നിനും ഓരോ ആക്ടിവിറ്റി മെറ്റീരിയൽസ് ഉണ്ട്. അത് നമ്മളെ ടീച്ചറാണ് മേക്ക് ചെയ്ത് വെക്കുന്നത്. പിന്നെ വേറെ ഒന്നുണ്ട്, ഇതിന്റെ ക്വാളിറ്റി of practical area is dependent on the director's aesthetics, science and creativity. ടീച്ചേഴ്സിന്റെ ആസ്തെറ്റിക് സെൻസും അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റിയും കൂടെ ഇവിടെ കൂടുന്നുണ്ട്. പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ, മോണ്ടസറി മെറ്റീരിയൽസ് എല്ലാം അത്യാവശ്യം നല്ല എക്സ്പെൻസ് ആണ്. ചെറിയൊരു മെറ്റീരിയൽ വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ നല്ല എക്സ്പെൻസ് ആണ്. അപ്പൊ അത് അത്യാവശ്യം നല്ല ഫൈനാൻഷ്യൽ സപ്പോർട്ട് നമുക്ക് വേണം. പക്ഷെ ഇപ്പൊ നമുക്ക് ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാനും പറ്റും, നമുക്ക് ഒരുപാട് മേക്ക് ചെയ്യാനും പറ്റും, അസംബിൾ ചെയ്യാനും പറ്റും. ഇതൊക്കെ ഒരു ടീച്ചറാണ് ചെയ്യേണ്ടത്. ആസ് എ ടീച്ചർ എന്ന രീതിയിൽ നമ്മളാണ് ചെയ്യേണ്ടത്. ഇനി ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കാം. ബെനിഫിറ്റ്സ് ഓഫ് ദ പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ് ടു ഗ്രോ ഇറ്റ്സ് സെൽഫ് നോളജ്. സ്വന്തമായിട്ടുള്ള അറിവ് വികസിപ്പിക്കുക. നമുക്ക് ഉള്ളിലുള്ള കുറെ അറിവുകൾ ഉണ്ടായിരിക്കും. ഇപ്പം നേരത്തെ അബ്സോർബർ മൈൻഡിൽ പറഞ്ഞു 0 to 3 അൺകോൺഷ്യസ് ആണ്, 3 to 6 കോൺഷ്യസ് ആണ്. അപ്പൊ ഈ 3 വയസ്സായിട്ടാണ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. 3 to 6 അല്ലെ, 3 to 4, 4 to 5, 5 to 6, ഈ 3 വർഷമാണ് നമുക്ക് അവരെ കിട്ടുന്നത്. ഇന്ന് ഇപ്പൊ ഞാൻ ഇന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് FB ഇൻസ്റ്റ ഏതോന്നറിയില്ല, ഒന്നിങ്ങനെ സ്ക്രോൾ ചെയ്ത സമയത്ത് ഒരു തോട്ട് കണ്ടു. ഒരു സൈക്കോളജിസ്റ്റ് പറയാണ്, ഒരു സ്പീച്ച് ഡിലേ ആയ അല്ലെങ്കിൽ ബിഹേവിയർ പ്രോബ്ലം ഉള്ള ഒരു കുഞ്ഞിനെ ശരിക്കും 3.5 വയസ്സാവുമ്പോ കിട്ടിയെങ്കിൽ മാത്രമേ, 3 വയസ്സിന് ശേഷം, 3 വയസ്സ് വരെ കുഞ്ഞു അമ്മയുടെ അടുത്താണല്ലോ. അപ്പൊ 3 വയസ്സിനുള്ളിൽ ആ അമ്മ കുഞ്ഞിന്റെ പ്രോബ്ലം മനസ്സിലാക്കിയിട്ട് 3.5 വയസ്സിനുള്ളിൽ ഇതിനുള്ള തെറാപ്പി കൊടുത്തെങ്കിൽ മാത്രമേ ആ കുഞ്ഞിന് കൃത്യമായിട്ടുള്ള സ്പീച്ച്, ബിഹേവിയർ പ്രോബ്ലംസ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. പെർഫെക്റ്റ് ആണത്. എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ പഠിച്ചൊരു പാടാണത്. ഇന്ന് ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ ഒരു സൈക്കോളജിസ്റ്റ് എന്തായിരുന്നു അയാളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, കണ്ടതാണ്. അപ്പൊ ആള് പറഞ്ഞത് വളരെ പെർഫെക്റ്റ് ആണ്. എനിക്ക് ഇന്ന് 2 പേരുണ്ട് സ്പീച്ച് ഇല്ല അവർക്ക്. സ്ക്രീനിങ് ടൈം കൂടിയിട്ട് 1.5 വയസ്സ് മുതൽ മൊബൈലും ടാബ് മാറി മാറി യൂസ് ചെയ്തിട്ട് സംസാരിക്കുന്നില്ല. 2 മക്കളും സംസാരിക്കില്ല. പക്ഷെ അവര് എൻ്റെ അടുത്തേക്ക് വരുന്നത് 5.5 വയസ്സിന് ശേഷമാണ്. ഇപ്പൊ ആ കുട്ടികൾക്ക് 5.5 വയസ്സായി. ഏകദേശം ഒരു 1 or 2 month ആയിട്ടുള്ള അവർ വരാൻ തുടങ്ങിയിട്ട്. ചില കുട്ടികൾ സംസാരിക്കാൻ എന്താ പറയാ ക്ലിയർ ആവാത്ത കുട്ടികളുണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാ? സംസാരിക്കാൻ ക്ലിയർ ആവാത്ത കുട്ടികൾ അവർക്ക് ആദ്യം നമ്മൾ നാവിന്റെ പൊസിഷൻ നോക്കണം. നാവ് കൃത്യമായിട്ട് അടിയിൽ എന്തെങ്കിലും പാട ടൈറ്റായി കിടക്കും ചില അക്ഷരങ്ങൾ, അല്ലെങ്കിൽ 2 സൈഡും തടിപ്പുണ്ടായിരിക്കും ചില കുട്ടികൾക്ക്. ചുണ്ടിന്റെ അല്ല, നാവിനും തന്നെ ചില നിങ്ങൾക്ക് നോർമലി കുട്ടിയുടെ നാവ് നീട്ടി നോക്കിയാലും ആ കുട്ടികളുടെ നാവ് നീട്ടി നോക്കിയാലും ആ ഒരു പ്രശ്നം കാണാൻ പറ്റും. സെൻസ് നമുക്കിപ്പോ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നാവ് കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴങ്ങണ്ടേ?
ആ ആ ആ ഒരു നാവിന്റെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഉം, മൂവ്മെന്റ്സ് വേണം. അതാദ്യം നോക്കണം ഉം, സംസാരിക്കുമ്പോൾ. സംസാരിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. ഉം, പിന്നെ ചില കുട്ടികൾക്ക് സ്ഫുടത വരാതിരിക്കാന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്തോന്ന് എനിക്കറിയില്ല, കൊഞ്ചിച്ച് സംസാരിക്കും നമ്മൾ പാരന്റ്സ് തന്നെ. ഉം, കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അയ്യോ അമ്മയുടെ കുഞ്ഞുവാവ എവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ തന്നെ അവരോട് കൃത്യമായിട്ട് ഉം, പ്രൊനൗൺസിയേഷൻ കൃത്യമാക്കാതെ സംസാരിക്കും. ഉം, ആ കുഞ്ഞുങ്ങൾക്ക് ആ അക്ഷരം ഏതാണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റില്ല. ഉം, അങ്ങനെ വരാറുണ്ട് ഈ പ്രശ്നം. ഉം, നോർമലി ട്രീറ്റ്മെന്റിലൂടെ നോക്കുകയാണെങ്കിൽ നമ്മൾ നാവും അതുപോലെ തന്നെ നമ്മളെ പല്ലിന്റെ പൊസിഷനൊക്കെ ആദ്യം നോക്കുക. പിന്നെ ഉം, നാവ് കൃത്യമായിട്ട് വളയുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പൊ ചില കുട്ടികൾക്ക് നാക്ക് വളയ്ക്കാൻ കഴിയില്ല. ഈ നാവ് നീട്ടിയിട്ട് ഉള്ളിലേക്കാക്കില്ല, ഇങ്ങനെ ആ മുകളിലേക്ക് ടച്ച് ചെയ്യാനൊക്കെ. അങ്ങനെ നാക്ക് ശരിക്ക് വഴങ്ങണം. ആ ഒരു ഇത്. രണ്ടാമത്തേത്, നമ്മൾ പാരന്റ്സ് തന്നെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ക്ലിയർ ആൻഡ് ഇൻടാക്ട്. അപ്പൊ ക്ഷമയോടെ ഒരു അക്ഷരം പറയുകയാണെങ്കിൽ വെള്ളം വേണോ, കുഞ്ഞിന് എന്താ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് വെള്ളം വേണം, അപ്പൊ വെള്ളത്തിന് വേണം എന്നൊക്കെ ചോദിക്കുമ്പം കുഞ്ഞും വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മള് അപ്പൊ തരാട്ടോ പറയും. പക്ഷെ ആ കുഞ്ഞിനോട് വീണ്ടും നമ്മൾ പറയാം, എന്താ വേണ്ടത്, വെള്ളമാണോ, ഇപ്പൊ വെള്ളം എടുത്തിട്ട് വെള്ളമാണോ, ഈ വെള്ളമാണോ വേണ്ടിയിരുന്നത് എന്ന് ചോദിക്കുക. വെള്ളം എന്നുള്ളത് കുഞ്ഞ് കൃത്യമായിട്ട് പറയാൻ കിട്ടുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ ആദ്യം നോക്കുക. അതുപോലെ തന്നെ ഒരു ബോട്ടിലൊക്കെ എടുക്കുകയാണെങ്കിൽ ബോട്ടിൽ ഓപ്പൺ ചെയ്യുക, ഒന്ന് തുറക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ നമ്മൾ വായിലേക്കാവും നോക്കുക. അപ്പൊ ഈ തുറക്കുന്നത് എന്താ, അടയ്ക്കുന്നത് എന്താണ്, എടുക്ക്, തരൂ എന്നൊക്കെ നമ്മൾ ആദ്യം ഒരു വാക്കുകൾ മാത്രം കൊടുക്കുക സംസാരിപ്പിക്കാൻ. ക്ലിയർ ആക്കിയിട്ട് സംസാരിപ്പിക്കാൻ, വലിയ സെന്റൻസിലേക്ക് പോവരുത്. അതിങ്ങോട്ട് എടുത്ത് താ എന്ന് പറയുമ്പം കുഞ്ഞ് ആ വലിയൊരു സെന്റൻസിലോട്ടാണ് പോകുന്നത്. പക്ഷെ എടുക്ക് എന്ന് പറയുമ്പോൾ എടുക്ക് എന്ന് മാത്രമാണ്. അപ്പൊ അടുത്ത പ്രാവശ്യം കുഞ്ഞിന് ആവശ്യമുണ്ടെങ്കിൽ എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എടുക്ക് എന്ന് കുഞ്ഞ് പറയാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ, ആ കുഞ്ഞ് പറയാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് ഒന്നുകൂടെ സ്റ്റെപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാം. ഐ മീൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ. ട്രൈ പോലും ചെയ്യാതെ ഇത് എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന് ചിന്തിക്കുന്ന മക്കളുണ്ട്. എൻ്റെ അടുത്തുള്ള മക്കൾ അതാണ്. ഞാൻ അവരെ എൻ്റെ അടുത്തേക്ക് സംസാരിപ്പിക്കുമ്പോൾ ഇന്ന് ഞാൻ റോളിപ്പോളി ബിഗ് 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 സ്മോൾ 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 എന്നുള്ള പാട്ടൊരു ഏകദേശം ഒരു 10 തവണയെങ്കിലും ഇവരുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ പാടിയപ്പോൾ ഒരാള് കുറച്ച് കഴിഞ്ഞപ്പോൾ മിററിൽ നോക്കിയിട്ട് അവന്റെ കൈ ഇങ്ങനെ ഒരു ശബ്ദം വെച്ചിട്ട് ബിഗ് 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 എന്നുള്ള രീതിയിലും സ്മോൾ 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 എന്നുള്ള രീതിയിൽ അവൻ ആക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ട്രെയിനിങ് ടീച്ചേഴ്സിനോട് ഞാൻ പറഞ്ഞു, ഇതേ രീതിയിൽ നമ്മള് തൊണ്ടയിലെ വെള്ളം പറ്റും, എന്നാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു വാക്ക് സംസാരിക്കാൻ കിട്ടിയാൽ, ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു വാക്ക് അവൻ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങോട്ട് പറയാൻ ശ്രമിച്ചാൽ പിന്നെ നമുക്ക് പോസിറ്റീവാണ്. അവിടെ നമുക്ക് പിടിക്കാം. അവർക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട്. വേറുള്ള ഓരോ കാര്യം ഇപ്പൊ ഈ പിന്നെ വണ്ടി ഉണ്ടല്ലോ, ഇങ്ങനെ ഉരുട്ടി പോണ വണ്ടി, അതില് ചില റൈംസ് ഉണ്ടായിരിക്കും. അപ്പൊ ഹോട്ട് ക്രോസ് ബൺ, 1 penny 2 penny, ഹോട്ട് ക്രോസ് ബൺ എന്നുള്ള ഈ റൈംസ് ഇങ്ങനെ ആ ഒരു മ്യൂസിക് ഉണ്ട്. അപ്പം ഇടയ്ക്ക് ഇവരിരുന്നിട്ട് ആ മ്യൂസിക് ഇങ്ങനെ മൂളും. അപ്പൊ ഞാനത് കൃത്യമായിട്ട് റൈംസ് ആയിട്ട് പാടി കൊടുക്കാൻ പറയും. ഇപ്പൊ ജോണി ജോണി യെസ് പപ്പ, അല്ലെ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു വാക്ക്, ഈ നേരത്തെ ചോദിച്ച പോലെ സംസാരിക്കാൻ പ്രശ്നമുള്ള കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഒരേ വാക്ക് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ഒരു 10-ലധികം തവണ നമ്മൾ റിപ്പീറ്റേഷൻ കൊടുക്കുക. റിപ്പീറ്റ് ചെയ്ത് ചെറിയ സൗണ്ടിലല്ല, അപ്പൊ നമ്മൾ ഉച്ചത്തിൽ തന്നെ പറയണം. ഐ മീൻ കുഞ്ഞിന് ഹിയറിംഗ് പ്രശ്നം ഉണ്ടോ എന്ന് നോക്കണം. ഹിയറിംഗിൽ കേൾവിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ കുഞ്ഞിന് സംസാരിക്കാൻ ഡിലേ വരും. കാരണം കുഞ്ഞ് കൃത്യമായിട്ട് കേൾക്കില്ല. അപ്പൊ അത് കേൾക്കണം എന്നുണ്ടെങ്കിൽ അവൻ നമ്മൾ മുമ്പിൽ ഇരുത്തിയിട്ട് നമ്മൾ ലിപ്പ് മൂവ് ചെയ്യുന്ന രീതിയിൽ ഉച്ചത്തിൽ പറയണം. എന്നിട്ട് ആ ഒരു വാക്ക് കുഞ്ഞിനെ കൊണ്ട് സംസാരിപ്പിക്കാം. അത് സംസാരിപ്പിച്ച് ഏതെങ്കിലും ഒരു വാക്ക്, വെള്ളന്നോ ഫുഡ്ന്നോ അല്ലെങ്കിൽ ബേർഡ്, പാരറ്റ്, ബനാന, അങ്ങനെ ഫ്രൂട്ട്സിന്റെ ഒക്കെ മോഡലോ അല്ലെങ്കിൽ പിക്ചറൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അതിനെ കുറിച്ച് ടൊമാറ്റോ, ആപ്പിൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാല് നമുക്ക് ഒരു ഹോപ്പ് ഉണ്ട്. ഇപ്പൊ ഫുഡിന്റെ ഒക്കെ പിക്ചർ കാണിച്ചു കൊടുത്താൽ ഇവർ പറയില്ല, ഇവരിങ്ങനെ കാണിക്കും ഫുഡാണ് എന്നുള്ളത്. അപ്പൊ ഫുഡ് ഏത് ഫുഡാണ് എന്ന് ചോദിച്ചാൽ പോലും അവർ ആക്ഷൻ കാണിക്കുക ചെയ്യുക.
അത് കഴിക്കാനുള്ളതാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് അറിയാം. അപ്പൊ ഈ ബ്രെയിനിൽ അവർക്ക് കൺസെപ്റ്റ് ഉണ്ട്, പക്ഷെ ഈ കൺസെപ്റ്റ് വോയിസ് ആയിട്ട് പുറത്തേക്ക് വരണം. അതാണ് നമുക്ക് വേണ്ടത്. ഓരോ കുഞ്ഞിനും കൃത്യമായിട്ട് നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ സ്റ്റോപ്പ്, നോ, ഡോണ്ട് റൺ, ഡോണ്ട് ത്രോ, ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അത് അവരനുസരിക്കും. പക്ഷെ അത് എടുത്തിങ്ങ് താ എന്ന് പറഞ്ഞാൽ എടുത്തു തരും. തിരിച്ച് എനിക്ക് വേണം എന്ന് പറയാനുള്ളൊരു കപ്പാസിറ്റി മക്കൾ കാണിക്കണം. അപ്പൊ അതിലേക്ക് നമ്മൾ കൊണ്ടുവരണം. മാക്സിമം വാക്കുകൾ കൊടുക്കുക. സെന്റൻസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ വാക്കുകൾ കൃത്യമായിട്ട് അവർക്ക് ഉച്ചരിക്കാൻ കൊടുക്കുക. നമ്മൾ പറയുന്നത് വ്യക്തമായിട്ട് കൊടുക്കുക. സ്പീഡിൽ സംസാരിക്കരുത്. സ്ലോലി, വെള്ളം അല്ലെങ്കിൽ ബുക്ക്, കൃത്യമായിട്ട് അവർക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള വാക്കുകൾ. അപ്പം പാരറ്റിന്റെ പിക്ചർ എടുത്തിട്ട് അല്ലെങ്കിൽ പാരറ്റിന്റെ രൂപം എടുത്തിട്ട് പാരറ്റ്, ഈ പാരറ്റ് പറഞ്ഞിട്ട് മനസ്സിലായില്ല ബേർഡ്. എന്നിട്ട് പുറത്തുനിന്ന് കാണിക്കുമ്പോൾ ഇപ്പൊ നമുക്ക് കാക്കയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പക്ഷിയോ പുറത്തേക്ക് പോവാണെങ്കിൽ ബേർഡ്, ബേർഡ് എന്ന് കാണിച്ചിട്ട് നമ്മളെ കയ്യിലുള്ള പിക്ചറും കാണിച്ചു കൊടുക്കുക. അപ്പൊ പറയാൻ ട്രൈ ചെയ്തിട്ട് പറയിപ്പിക്കണം. ഈ സംസാരം ഡിലേ ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ട് സംസാരത്തിൽ ഫോക്കസ് ചെയ്യാത്ത കുട്ടികളെ പറയിപ്പിച്ചിട്ട് തന്നെ നമ്മൾ എടുക്കണം. അപ്പൊ അവരുടെ ഉള്ളിൽ നിന്നും അവരുടെ സെൽഫ് ആയിട്ടുള്ള അറിവിനെയാണ് നമ്മൾ പുറത്തെടുക്കേണ്ടത്. ഫസ്റ്റ് നമുക്ക് 3 വയസ്സ് 3.5 വയസ്സായ കുഞ്ഞുങ്ങളായിരിക്കും നമ്മുടെ അടുത്തേക്ക് എത്തുക. അവരുടെ ഉള്ളിലുള്ള കഴിവുകൾ ആദ്യം നമ്മൾ പുറത്തേക്ക് എടുക്കണം. ഒരു 2 വീക്സ് 3 വീക്സ് എങ്കിലും നമുക്ക് ഫസ്റ്റ് ആ കുഞ്ഞുങ്ങളുടെ ഉള്ളിലുള്ള കഴിവിനെ നമ്മൾ പുറത്തേക്ക് എടുക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ടു ഗ്രോ ഇറ്റ് സെൽഫ് നോളജ്. രണ്ടാമത്തെ പറയുന്നത് ഡെവലപ്പ് ദ ചൈൽഡ്സ് കോൺസെൻട്രേഷൻ. അവന്റെ കോൺസെൻട്രേഷൻ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ, ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന ആക്ടിവിറ്റി ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മുഖത്തേക്ക് നോക്കിയിരിക്കും, നമ്മൾ ചെയ്യുന്നത് കാണില്ല. അപ്പൊ ഇങ്ങോട്ട് നോക്കുക എന്ന് പറയുമ്പോഴും ചിലപ്പോൾ നമ്മുടെ മുഖത്തേക്കാവും നോക്കുക. അപ്പൊ അവൻ ശരിക്കും കേൾക്കുന്നുണ്ടോ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പിന്നീട് അവൻ നോക്കുന്ന സ്ഥലത്ത് ഇപ്പൊ എന്താണ് അവന് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ കോൺസെൻട്രേഷൻ ഇല്ലാത്തൊരു കുഞ്ഞിനെ നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവന് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് എടുക്കുക. ആ ഒബ്ജക്റ്റ് എടുത്തിട്ട് ആദ്യം നമ്മൾ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ അത് ഹൈഡ് ചെയ്യുക. എന്നിട്ട് വേറെ ഒബ്ജക്റ്റ് കാണിച്ചു കൊടുക്കുക. അപ്പൊ അവൻ നേരത്തെ കണ്ട അവന് ഇഷ്ടപ്പെട്ട ആ ഒബ്ജക്റ്റിനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും, എവിടെയാണ് എവിടെയാണ് എന്നുള്ളത്. അപ്പൊ അവന്റെ കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒബ്ജക്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അവന്റെ മുഖത്ത് ഒരു എക്സ്പ്രഷൻ വരും. ഇപ്പൊ സംസാരിക്കാത്തൊരു കുഞ്ഞാണെങ്കിൽ എക്സ്പ്രഷൻ വരും, അവന് ഇഷ്ടപ്പെട്ട സാധനം ഇതാണ് എന്നുള്ള മറ്റൊരു എക്സ്പ്രഷൻ. അപ്പൊ ആ എക്സ്പ്രഷൻ അവന്റെ കോൺസെൻട്രേഷന്റെ ഒരു ബേസിക് ആണ്, അവന്റെ ഫേസിൽ കാണുന്ന എക്സ്പ്രഷൻ. അത് നമ്മൾ നോട്ട് ചെയ്യുക. നോർമൽ കുട്ടികൾക്കാണെങ്കിൽ കോൺസെൻട്രേഷൻ ഇപ്പൊ കിട്ടാത്ത കുട്ടികളാണ് വരുന്നത്. ഉള്ള കാര്യം ഞാൻ കൃത്യമായിട്ട് ഞാൻ പറയാം. സ്ക്രീൻ ടൈം, ഫുഡ് കഴിക്കാൻ ഫോണ്, അടങ്ങിയിരിക്കാൻ ഫോണ്, ഇങ്ങനെ കൊടുത്ത് ശീലാക്കുന്ന കുട്ടികളാണ്. അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടൂല, വളരെ കുറവ്. ലെസ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ലെസ് കോൺസെൻട്രേഷൻ. ഒരു 10 മിനിറ്റ് പോലും മക്കൾക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കാൻ അവർക്ക് സമയമില്ല. കാരണം ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ട് ശീലിച്ച മക്കളാണ്. അവർക്ക് 2-3 മിനിറ്റിൽ അപ്പുറത്തേക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഇപ്പൊ ഈ കുട്ടികൾ കോൺസെൻട്രേഷൻ കിട്ടാൻ എന്ത് ചെയ്യും? പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഇപ്പം ത്രെഡിങ് ആൻഡ് ബീഡിങ്, മുത്തില് നൂല് കോർപ്പിക്കുക, പെഗിങ്, ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലോത്ത് പെഗ് ഇല്ലേ പിടിച്ചിട്ടുള്ള, അപ്പൊ അതൊക്കെ കളർ നോക്കിയിട്ട് വെക്കാൻ പറയാം. അല്ലെ ത്രെഡിങ് ആൻഡ് ബീഡിങ്ങിൽ തന്നെ കളേഴ്സ് മിക്സ് ചെയ്യാൻ പറയാം. പിന്നെ വേറൊരു ആക്ടിവിറ്റി ഉണ്ട്. ഇപ്പം ടോങ്സ് വെച്ചിട്ട് ഫോം ആയിട്ടുള്ള ചെറിയ ചെറിയ ബോൾസ് ആണ്. അപ്പൊ അതില് നമുക്കൊരു 7 കളർ എടുക്കും. 7 കളറിലുള്ള ഫോം ബോൾസും 7 കളറിലുള്ള അതിന്റെ ഗ്ലാസുകൾ ഉണ്ടായിരിക്കും. അതില് ഓരോ സെയിം ഗ്ലാസ്, റെഡില് റെഡ് തന്നെ പ്ലേസ് ചെയ്യുക, യെല്ലോയില് യെല്ലോ തന്നെ പ്ലേസ് ചെയ്യുക എന്നുള്ള രീതിയിൽ കൊടുക്കും. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ? ഇപ്പം 7 കളറൊന്നും ഇല്ലെങ്കിലും നമുക്ക് കളേർഡ് ബോൾസ്, ഇപ്പം ഫോം ബോൾസ് ഇല്ലെങ്കിൽ കളേർഡ് ബോൾസ് യൂസ് ചെയ്യാം.
മിസ് എന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ ആക്ടിവിറ്റിയിലൊന്നും റെഡി ആവാത്ത കുട്ടികളോ എന്റെ അടുത്ത് ഒരു മോന് വരുന്നുണ്ട് മിസ്സിനെ ഞാൻ നാളെ പറഞ്ഞിരുന്നു. ഇതങ്ങനെ തന്നെ ഒരു 2 മിനിറ്റ് കൂടി ഇരിക്കൂല. ഇനി മിസ് ചെയ്തോളിന്ന് അറിയോ, ഇനി നമ്മളീ ഞാൻ മുത്ത് ചെയ്യുമ്പോൾ മിസ് ചെയ്തോളിന്ന് മുത്ത് പറയും. കൊടുക്കാനൊക്കെ അപ്പൊ മുത്ത് നമ്മൾ മുത്ത് കൊടുക്കാറുണ്ടോ? കൊടുക്കുന്ന സമയത്ത് മുത്ത് കൊടുക്കുന്ന സമയത്ത് അത് കുറച്ചിങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ സൂക്ഷിച്ചിട്ട് നിന്നുകൊണ്ട് പിന്നെ അവർക്ക് പറ്റണില്ല എന്നുകൊണ്ട് ഇട്ട് പോകും. ആ. പിന്നെ അത് നമുക്ക് അതിന് അതേപോലെ നമ്മൾ ആദ്യം കുറച്ച് വലിയ ഹോള് കൊടുക്കുക, പെട്ടെന്ന് കോർക്കാൻ പറ്റുന്ന ഹോള് കൊടുക്കുക. പിന്നെ അതിന് കുറച്ച് കുറഞ്ഞ ഹോൾസ് കൊടുക്കുക. അതിനൊക്കൊന്നും താല്പര്യമില്ലാത്ത അതൊന്നും തീരെ താല്പര്യമില്ലാത്ത കുട്ടികളുണ്ട്. അത് അതൊന്നും ചെയ്യാനേ ഇഷ്ടമില്ലാതെ കുറച്ച് അത് പണി വേണ്ട. പെടേണ്ടി വരും. കൊറേ കാരണം ഇതൊക്കെ ഭയങ്കര ഇഷ്ടാവും. കളേർഡ് ബോൾസ് ഒക്കെ തരം തിരിക്കാന് കോർത്തില്ലെങ്കിലും. അത് ഇഷ്ടാണ്. അത് അത് വീണ്ടും വീണ്ടും ചോദിക്കും ചില കുട്ടികളെ. അതെ. അപ്പം നമുക്ക് കളർഡ് ബോൾസ് ആണ് 3 ബേസിനൊക്കെ വെച്ചിട്ട് ആ ബേസിലോട്ട് അതിന്റെ സെയിം കളേഴ്സ് ഇടാൻ പറയാം. അങ്ങനത്തെ ഒക്കെ കൊടുത്ത് ആദ്യം അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ കൂട്ടുക. പിന്നെ വേറൊരു ആക്ടിവിറ്റി അവർ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല്, അവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് അവരിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഐ മീൻ വട്ടം കറങ്ങും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കുട്ടികൾക്കൊക്കെ ഉള്ള പ്രത്യേകമായിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അവർ ഭയങ്കര ഹാപ്പിയാണ്. ആ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് അവര് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? അങ്ങനെ നിൽക്കും. നിന്നിട്ട് നമ്മളെ മുഖത്തേക്ക് നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കും. ചിരിക്കുമ്പോൾ നമ്മളിങ്ങനെ കറങ്ങല്ലേ. അവര് ചിന്തിക്കുന്നത് എന്താണ്? നമ്മളാണ് കറങ്ങുന്നത്, നമ്മളെ അവര് കറക്കുകയാണ് എന്നുള്ള രീതിയിൽ അവര് നിന്നിട്ട് പിന്നെ കുറെ അങ്ങോട്ടാടി കുറെ ഇങ്ങോട്ടാടി അവിടെ ഇരിക്കും. ആ സമയത്ത് ചിലപ്പോ അങ്ങനെ ഒരു ആക്ടിവിറ്റി നിങ്ങൾ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. പിന്നീട് ഒരു 10 മിനിറ്റ് നമുക്ക് ആ കുഞ്ഞിനെ കറക്റ്റ് ആയിട്ട് കിട്ടും. ഐ മീൻ ആക്ടിവിറ്റി അല്ലാതെ അവനുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കിട്ടും. എന്താ സംഭവിച്ചത്? ടീച്ചർ വട്ടം കറങ്ങിയോ? അല്ല ടീച്ചർ ഇങ്ങനെ ഇളകി കളിച്ചോ? ടീച്ചറെ നീ കണ്ടോ? ടീച്ചർ ഇങ്ങനെ പേടിച്ചു പോയി വട്ടം കറങ്ങിയപ്പോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചിരിക്കും. കാരണം അവര് ചിന്തിക്കുന്നത് എന്താണ്? അവരാണ് നമ്മളെ അവരിങ്ങനെ നമ്മളായിട്ട് ഇങ്ങനെ വട്ടം ചുറ്റിക്കുകയാണ്, അവരവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ്. എന്താ പറയാ, ഒരു ഇമാജിനേഷൻ ആണത്. അങ്ങനത്തെ കുട്ടികൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. 2-3 തവണ ആയിട്ട് ഇവരിങ്ങനെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു കുട്ടികളുടെ ടോയ്സ് ഒക്കെ എടുത്തിട്ട് അവരിങ്ങനെ ചുറ്റിക്കും. അവരാ ടോയ്സ് ഇങ്ങനെ ഇട്ട് വട്ടം കറക്കുക ചെയ്യുക. അപ്പൊ ഇങ്ങനെ കുഞ്ഞു മക്കളാകുമ്പോൾ ഓടി കളിക്കില്ലേ, അതും ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇത് കോൺസെൻട്രേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ ആ കോൺസെൻട്രേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയും വേണം. കൃത്യമായിട്ട് കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ഗെയിംസ് അവരിലൂടെയാണ് നമ്മൾ കണ്ടെത്താറുള്ളത് നോർമലി. അല്ലാതെ നമ്മൾ നേരത്തെ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ച കാര്യങ്ങളിലേക്ക് അവരെ ഫോക്കസ് ചെയ്യാൻ കൊണ്ടൊന്നും നടക്കില്ല. ഓരോ ദിവസവും ഇത്തരം കുട്ടികളിൽ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ എങ്ങനെ അടക്കിയിരുത്തണം, അവരെ ഏത് രീതിയിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് എന്നുള്ളത്. പലരും 2 പേരും 2 ഡിഫറെന്റ് ക്യാരക്ടറാണ്, ഡിഫറെന്റ് ആയിട്ടുള്ള കഴിവുകളാണ്. അപ്പൊ ഈ കഴിവുകൾ അവർക്ക് കൃത്യമായിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കഴിവുകളെ നമ്മൾ ഫോക്കസ് ചെയ്യണം. അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് സെൽഫ് നോളജ്. അവന് സ്വന്തമായിട്ട് കിട്ടിയ അറിവുകൾ നമ്മൾ കണ്ടെത്തണം. എങ്കിലേ ഈ കുഞ്ഞുങ്ങളെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനും പറ്റുള്ളൂ. പിന്നെ പറയുന്നത് ഫൈൻ ആൻഡ് ഗ്രോസ് മോട്ടോർ സ്കിൽസ്. ഡെവലപ്പ് ഫൈൻ ആൻഡ് ഗ്രോസ് മോട്ടോർ സ്കിൽസ്. എടുക്കാനുള്ള ഒരു ഒബ്ജക്റ്റിനെ എടുത്ത് പിടിക്കാനുള്ളത്, അത് തുറക്കാനുള്ള, അല്ലെങ്കിൽ എടുത്ത് മാറ്റി വെക്കാനുള്ള, ഒഴിക്കാനുള്ള ഇങ്ങനത്തെ കപ്പാസിറ്റിയാണ് ഫിംഗർ മസിൽ. ഈ ഒരു ഫിംഗേഴ്സ് കൃത്യമായിട്ട് മടങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിടിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ ഒരു മൂവ്മെന്റ്സ് കൃത്യമല്ല എന്നുണ്ടെങ്കിൽ അത് ഒന്നും എടുക്കാൻ കഴിയില്ല. കണ്ണും കൈയും, കണ്ണെത്തുന്നിടത്ത് കൈയെത്തണം, അല്ല കൈയെത്തുന്നിടത്ത് കണ്ണെത്തണം. ഇങ്ങനെ 2 ഒരു കോമൺ ടോക്ക് ഉണ്ട്. ഐ ഹാൻഡ് കോർഡിനേഷൻ. ഫൈൻ ആൻഡ് ഗ്രോസ് മോട്ടോർ സ്കിൽസിൽ കൃത്യമായിട്ടും കുഞ്ഞുങ്ങളുടെ മൂവ്മെന്റ്സ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ കൊടുക്കേണ്ടത് എന്താണെന്നറിയോ? ഫ്രീഡം ആണ്. ഹെൽപ്പ് ചിൽഡ്രൻ ടുവേർഡ്സ് ഇൻഡിപെൻഡന്റ്. നിനക്ക് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് പറ്റുന്നില്ല മിസ്സേ. അപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ
എനിക്ക് വയ്യ ടീച്ചർ ചെയ്തോ എന്ന് പറയുമ്പം അയ്യോ മോൻ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, എന്ത് ഭംഗിയാ ചെയ്തത് കാണാന്, ഒന്ന് ചെയ്തു നോക്കിയേ. ആ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നന്ന ഉഷാറായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് സ്പോഞ്ച് വെള്ളത്തിലിട്ടിട്ട് ആ സ്പോഞ്ച് സ്ക്വീസ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്പോഞ്ച് ഇങ്ങനെ വെള്ളത്തിലേക്ക് മുക്കിയിട്ട് പിന്നെ അതിങ്ങനെ സ്ക്വീസ് ചെയ്തെടുക്കുക. അപ്പൊ ഈ വെള്ളം ഇങ്ങനെ താഴേക്ക് ഇറ്റുന്നത് കാണും. അത് ചെയ്യിക്കുമ്പോൾ നോർമലി വലിയൊരു ട്രേയിൽ വെച്ചിട്ട് വേണം ചെയ്യിക്കാൻ, അല്ലെങ്കിൽ ആ വെള്ളം മുഴുവനും തറയിൽ വീഴ്ത്തും. എന്നിട്ട് ആ വെള്ളം മൊത്തം സ്ക്വീസ് ചെയ്തിട്ട് അപ്പൊ സ്പോഞ്ച് ഡ്രൈ ആയിട്ടുണ്ട്. 2-3 തവണ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ചിലപ്പം നേരത്തെ പറഞ്ഞ കുട്ടികൾ ഒരു ഹൈപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ലെസ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ രണ്ടും മതി, ഇനി വേറെ എന്ന് പറയും. പക്ഷെ മിക്ക കുട്ടികളും ഈ ഒരു ആക്ടിവിറ്റിയിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, വെള്ളത്തിന്റെ ആക്ടിവിറ്റി. വെള്ളം ഇഷ്ടമില്ലാത്തവർ മാത്രമാണ് ആ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് മാറി നിൽക്കുക. അതുപോലെ തന്നെ ചെറിയൊരു ബക്കറ്റിൽ ബോൾസ് ഇടുക, കളേർഡ് ബോൾസ് ഇടുക, എന്നിട്ട് ചെറിയൊരു അരിപ്പ കൊടുത്തിട്ട് അതിങ്ങനെ ഊറ്റിയെടുക്കാൻ പറയുക. പിന്നെ ഇപ്പൊ ഫിഷ് ഉണ്ട്, ഈ കാന്തം എന്താണ് ഇതില്ലേ ഗഡ്സിൽ വെച്ചിട്ട് താഴ്ത്തി കൊടുക്കും, എന്നിട്ട് ആ ഫിഷ് ഇങ്ങനെ പിടിച്ചിട്ട് ബക്കറ്റിൽ നിന്ന് ഫിഷ് പിടിക്കുക, മറ്റൊരു ട്രേയിലേക്ക് ഇടുക എന്നുള്ള സിസ്റ്റം. ഇതൊക്കെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടം. ഇതൊക്കെ കോൺസെൻട്രേഷൻ ലെവൽ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി. നോർമലി മോണ്ടിസറിയിൽ അല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. നോർമൽ ലേണിംഗ് പ്രോബ്ലം അല്ല, ബിഹേവിയർ പ്രോബ്ലം ഉള്ള കുഞ്ഞുങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ കൂടെ ഉണ്ടെങ്കിലും ഞാൻ കാണിച്ചു തരാം, ഇതിങ്ങനെ പിടിക്കി, അത് അങ്ങോട്ട് വെക്കി, ഇത് ഇങ്ങോട്ട് വെക്കി, ആ നിർദ്ദേശങ്ങൾ പാടെ ഒഴിവാക്കുക. അവര് ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കുക, ഓരോ കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ദെൻ ടു എസ്റ്റാബ്ലിഷ് ഓർഡർ. 1 by 1 ആയിട്ട് സീക്വൻസ് പ്രസന്റേഷൻ ആണ്. മെറ്റീരിയൽസ് എടുക്കുന്നു, എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, ലെഫ്റ്റ് ടു റൈറ്റ്, ടോപ്പ് ടു ബോട്ടം. ലെഫ്റ്റ് ടു റൈറ്റ് നമ്മളെ റൈറ്റിംഗ് സ്കില്ലാണ്. എപ്പോഴും നമ്മൾ എഴുതുന്നത് ഇടത്ത് നിന്ന് വലത്തോട്ടാണ്, അതുപോലെ മുകളിൽ നിന്നും താഴേക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഓരോന്ന് വെക്കുക. അപ്പൊ അവിടെ ഒരു ഓർഡർ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത പോയിന്റ്, ഡെവലപ്പ് എ ഗുഡ് സെൽഫ് ഇമേജ്. അപ്പൊ നമുക്ക് പലർക്കും ഇല്ലാത്തൊരു കാര്യമാണ് സെൽഫ് ഇമേജ്. ഐ ആം എ ഗുഡ്, ഐ ആം പെർഫെക്റ്റ് എന്ന് നമുക്ക് 100% മിററിന് മുമ്പെന്ന് പറയാൻ പറ്റണം. രാവിലെ ഒരുങ്ങിയിട്ട് ഓ ഞാനിന്ന് സുന്ദരിയായിട്ടുണ്ട്, അപ്പോഴായിരിക്കും വഴിയുന്ന എന്താ അവളെ ചിട്ടത്, ഒരു ഭംഗിയില്ലല്ലോ കാണാന് എന്ന് പറയാ. അവിടെ പോയി നമ്മുടെ സെൽഫ് ഇമേജ് അല്ലേ. പിന്നെ അന്നത്തെ ദിവസം എന്റെ ഡ്രസ്സ് ശരിയല്ലാഞ്ഞിട്ടല്ലേ ഇപ്പൊ ആ താത്ത രാവിലെ പറഞ്ഞത് എന്നുള്ള ചിന്തയായിരിക്കും. അപ്പൊ അത് വേണ്ട, ആരോ എന്തോ പറഞ്ഞോട്ടെ. പക്ഷെ നമ്മൾ രാവിലെ മിററിൽ നോക്കിയപ്പോ നമുക്ക് കിട്ടിയ ഒരു സെൽഫ് ഇമേജ് ഉണ്ടല്ലോ, കുഴപ്പമില്ല, രസമുണ്ട് എന്നുള്ള അത് മതി, അതേ എടുക്കാവൂ. അപ്പൊ അവിടെ നമ്മൾ ഒരു സെൽഫ് റെസ്പെക്ട് അല്ലെങ്കിൽ സെൽഫ് ഇമേജ് നമ്മൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുക, അത് മുറുകെ പിടിക്കുക. ആരോ എന്തോ പറഞ്ഞോട്ടെ, എൻ്റെ വഴി ഇതാണ്, ഞാൻ ചെയ്യുന്ന കാര്യം ഇതാണ്. ഇപ്പൊ ചിലര് പറയും ഓ മോണ്ടസറി കോഴ്സ് എന്താ നഴ്സറി ടീച്ചറാണ്, 2000-3000 ശമ്പളം ഉണ്ടാവുള്ളൂ, അതിനപ്പച്ചി പോണേ രാവിലെ ഒരുങ്ങി കെട്ടിയാണ്ട്. ആയിക്കോട്ടെ, 2000-3000 ശമ്പളം ഉണ്ടായിക്കോട്ടെ, ഇത് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം തെരഞ്ഞെടുത്ത ജോലിയാണ്, ഇതിൽ ഞാൻ സന്തോഷം കണ്ടെത്തുന്നു, പിന്നെ നിങ്ങൾക്ക് എന്താ എന്ന് തിരിച്ചു ചോദിക്കണം നമ്മള്. അവിടെ തീരും ആ വിമർശനം. അപ്പൊ അവിടെ നമ്മളൊരു സെൽഫ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാണ്. ഞാന് അത് മിസ് പറഞ്ഞത് ശരിയാണ്. നമ്മളൊരു കോഴ്സ് എടുക്കുന്നത് വരെ ആരും ഒന്നും പറയില്ല. അവള് കോഴ്സ് എടുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് അത് എടുക്കണ്ടില്ലേ, എനിക്ക് മറ്റേത് എടുത്താൽ മതി, എനിക്ക് ഇത് എടുക്കേണ്ട ആവശ്യമില്ലേ, എനിക്ക് ആ കോഴ്സ് എടുത്തോളൂ, അതിപ്പോ ഓൺലൈനിൽ ഉണ്ടല്ലോ, അങ്ങനെ ഒരുപാട് കോഴ്സ് എടുക്കണം. അതെ, ഇപ്പൊ ഞാൻ അച്ചീവ് ചെയ്യുന്നത് ഈ ഒരു കോഴ്സിലൂടെയാണ്. ഐ മീൻ ഞാനൊരു മോണ്ടസറി ട്രെയിനർ ആയത്, ഞാൻ നേരത്തെ സ്കൂൾ ടീച്ചർ ആയിരുന്നു, പക്ഷെ അതിനേക്കാളും കൂടുതൽ ഞാൻ അച്ചീവ് ചെയ്യുന്നത് ഈ ഒരു മോണ്ടസറി മേഖലയിൽ വന്നിട്ടാണ്. നിങ്ങൾക്കും പറ്റില്ലേ? പറ്റും. കാരണം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല, നമുക്ക് നമ്മുടെ സാറ്റിസ്ഫൈഡ് ആയിട്ട് കിട്ടുന്ന ഒരു മേഖല, വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തൊരു മേഖല. ആരെന്ത് പറഞ്ഞോട്ടെ, ഞാൻ ഇത് ചൂസ് ചെയ്തത് എൻ്റെ ഹാപ്പിനെസ് ആണ്, എൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആണ്. ആയിക്കോട്ടെ, നിങ്ങൾ എന്തേ പറഞ്ഞു,
എനിക്കൊരു പ്രശ്നവുമില്ല. അന്ന് എന്നെ കളിയാക്കിയവര് ഇന്ന് ചോദിക്കും, എനിക്ക് ഈ പണി തന്നെ അല്ലേ, കുഴപ്പമില്ലേ അല്ലേ, നല്ല കോഴ്സാല്ലേ? അതെ, നല്ല കോഴ്സാണ്, പഠിച്ചാൽ നല്ല കോഴ്സാണ്, പ്രവർത്തിച്ചാൽ നല്ല കോഴ്സാണ്. അതുപോലെ തന്നെ നമുക്ക് സമൂഹത്തിൽ ഇപ്പം എൻ്റെ സ്റ്റുഡൻസ് ഒക്കെ ഡിഗ്രി കഴിഞ്ഞ് ഏകദേശം ജോലി കയറിയവരൊക്കെ ഉണ്ട്, എൻ്റെ ഫസ്റ്റ് സ്റ്റുഡൻസ് ഒക്കെ. അപ്പോൾ അവരൊന്നും എനിക്ക് അറിയില്ല. ബസ്സിലൊക്കെ പോകുമ്പോൾ മിസ്സേ ഓർക്കുന്നുണ്ടോ എന്നെ, ഞാൻ ഇന്ന ബാച്ചിലെ ഇന്ന കുട്ടിയാണ്. ഓ പിന്നെ സന്തോഷം, എന്ത് ചെയ്യുന്നു, ഞാൻ പഠിപ്പ് കഴിഞ്ഞ് ജോലി കയറി. ഓഹോ മിടുക്കൻ എന്ന് പറയുമ്പോ നമ്മൾ തന്നെ ചിന്തിക്കോ, എന്നെ ഓർക്കുന്നുണ്ടല്ലേ. കാരണം ആ കുഞ്ഞു മക്കള് ഫേസ് മാറി മാറി വന്നു, പക്ഷെ നമ്മൾ അന്നും ഇന്നും ഏകദേശം ഒരേ ഫേസിലായിരിക്കും. അതുപോലെ നമുക്ക് എന്തൊരു സന്തോഷം ആ സമയത്തൊക്കെ. ഒരു കടയിൽ കയറി ചെന്ന, ആ മിസ്സേ എന്താ വർത്താനം, സുഖല്ലേ? ആ സുഖാണ്. നീ എവിടെ പഠിച്ചത്? ആ ഞാൻ ഇന്ന സ്കൂളിൽ തന്നെ. ഏതാ വർഷം? ആ ഓക്കെ ഓക്കെ, ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാല് അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. അതൊക്കെയാണ് നമ്മുടെ സന്തോഷം. പക്ഷെ ഇന്ന് അൽഹംദുലില്ലാ ഞാന് എൻ്റെ ലൈഫില് ഞാൻ അച്ചീവ് ചെയ്യുന്നത് ഈ ഒരു ജോലിയിലൂടെ തന്നെയാണ്. പലതും അക്കൗണ്ട്സ് ആവട്ടെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആവട്ടെ, ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. പക്ഷെ ഒരു ലേഡി എന്ന രീതിയിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മളെ ചൂസ് ചെയ്ത് ജോലി ചെയ്യാൻ പറ്റുന്ന ആസ് എ ടീച്ചർ എന്ന രീതിയിലാണ്, അല്ലെ? നേരത്തെ തന്നെ ചൂസ് ചെയ്ത രീതി. ആദ്യം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഇതാണ് ടീച്ചർ. പക്ഷെ ഞാൻ എത്തിപ്പെട്ടത് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു മേഖലയിലാണ്. ഞാനെപ്പോഴും ഹെൽത്ത് കെയർ മേഖലയിലാണ് ഞാൻ എപ്പോഴും ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ ഒരുപാട് വർഷങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെയാണ് ഞാനൊരു ടീച്ചറായത്. അപ്പം എനിക്ക് മനസ്സിലായി ഇതാണ് എൻ്റെ വഴി. അവിടെ പിന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയാ, സ്വന്തമായി വഴിവെട്ടി തെളിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ അതാവണം നിങ്ങളും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഇന്ന് സമൂഹത്തിലുണ്ട്. സ്പെഷ്യൽ ട്രെയിനർ ആവാം, LD ട്രെയിനർ ആവാം, കൗൺസിലിംഗ് ആവാം, ചൈൽഡ് കൗൺസിലിംഗ് ചെയ്യാം, സ്കൂളിൽ കയറാം. അതുപോലെ മോട്ടിവേഷൻ ക്ലാസ് സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ അതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ച് ഡിപ്ലോമാസ് ഉണ്ട്, ഡിഗ്രീസ് ഉണ്ട്, ഓൺലൈനായിട്ട് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കോഴ്സ് നിർത്താൻ പാടില്ല. കൂടുതലായിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അവിടെ നമ്മളെ സെൽഫ് ഇമേജും ഡെവലപ്പ് ആവും. കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതും അവരുടെ സെൽഫ് ഇമേജ് ഡെവലപ്പ് ചെയ്യാൻ. അപ്പൊ ആക്ടിവിറ്റീസ് മാത്രമാണ്, ഒരിക്കലും എഴുതിപ്പിക്കൊന്നും ചെയ്യരുത്. ഇല്ല മോണ്ട് വണ്ണിൽ എഴുത്തേ ഇല്ല, റൈറ്റിംഗേ വരുന്നില്ല. റൈറ്റിംഗ് ഒട്ടും വരുന്നില്ല. ലാസ്റ്റിലേക്ക് സ്ക്രിബ്ലിംഗ് കൊടുക്കും, കുത്തി വരയ്ക്കാൻ കൊടുക്കും മക്കൾക്ക്. അതായത് ക്രയോൺസോ കളർ പെൻസിലോ യൂസ് ചെയ്തിട്ട് ഐഡന്റിഫൈ ചെയ്യാനോ, A B എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനോ ഒന്നുമില്ല. വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യാം. എന്റെ അടുത്ത് വന്ന പോലെ വരുന്ന വർഷം സ്കൂളിലെ നഴ്സറിയിൽ LKG ചേർത്താനുള്ള, അപ്പൊ എന്തെങ്കിലുമൊക്കെ അറിയാൻ വേണ്ടിട്ട് എന്റെ അടുത്തൊക്കെ ആക്കിയതാ. അപ്പൊ ഞാനിപ്പോ ABCD ഒക്കെ പഠിച്ചു. അങ്ങനെ ഒരു സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. അല്ലാതെ നമുക്ക് മോണ്ടിസറി മെത്തേഡിൽ എഴുത്ത് വരുന്നില്ല. ഐ മീൻ 3 ഇയർ സ്പാൻ ആണ്. അപ്പൊ ഫസ്റ്റില് നമ്മൾ എഴുത്തില്ല. പിന്നെ അത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ രീതിയിൽ നോർമൽ ആയി ട്രഡീഷണൽ മെത്തേഡിലേക്കാണ് ആ കുട്ടി പോകേണ്ടതെന്നുണ്ടെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് തന്നെ ഇപ്പൊ എന്റെ pre-KG സ്റ്റുഡൻസ് അവര് മറ്റു കുട്ടികൾക്ക് കൊടുക്കുന്നത് കണ്ടിട്ട് pre-KG സ്റ്റുഡൻസും എഴുതും. അതുപോലെ എയും ബിയും സിയും ഒക്കെ ഐഡന്റിഫൈ ചെയ്യും. ഇതാ എ, ഇതാ ബി എന്ന് പറഞ്ഞിട്ട്. കാരണം അത് അവർ സ്വന്തം ചെയ്യുന്നതാണ്. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാതെ കുട്ടികൾ ആക്ടിവിറ്റിയിലോട്ട് വരും. അപ്പം നോർമലി നമ്മൾ പ്രഷർ ചെയ്ത് പ്രശ്നമാവുമെന്നോ അങ്ങനെ പഠിപ്പിക്കും. പ്രശ്നമാവുമെന്ന് വെച്ചാൽ പ്രശ്നമൊന്നും ആവില്ല. ഐ മീൻ ആ ഒരു പഠനത്തിലേക്ക് എത്തപ്പോ എത്ര വയസ്സായി? 3.5 വയസ്സിൽ ഓക്കെ, കുഴപ്പമില്ല. 2.5 ഞാൻ പറഞ്ഞു, 2.5 to 3.5 ഉള്ളിലാണ്. 3.5 ഓക്കെയാണ്, കുഴപ്പമില്ല, പഠിപ്പിച്ചു കൊടുക്കാം. 3 to 4 എന്ന് പറയുമ്പോൾ മോണ്ടിസോറിയുടെ ഏജ് സ്പാൻ ആണ്. 2.5 to 3.5, 3.5 to 4.5 എന്നുള്ളതാണ് നോർമലി വരുന്നത്. അപ്പം 3.5 എന്ന് പറയുമ്പോൾ നോർമലി എഴുത്തിലേക്ക് എത്തിക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് പോയിന്റ് വരുന്നത് അപ്രീഷിയേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ലിമിറ്റ് ഓഫ് ഹിസ് എൻവയോൺമെന്റ്. ഒരു സറൗണ്ടിങ്, ഒരു സർക്കിൾ ആണെങ്കിൽ ആ സർക്കിളിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ കുളം കര എന്നുള്ളൊരു കളി കളിക്കാറുണ്ട് അല്ലെ? കുളം
കര. സർക്കിളിന്റെ ഉള്ളിൽ കുളമാണ്, പുറത്ത് കരയാണ്. അപ്പൊ ഒരു ലിമിറ്റ്, ആ സർക്കിളാണ് അവരുടെ ലിമിറ്റ്. അതേ രീതിയിൽ തന്നെ കുഞ്ഞിന്റെ ക്ലാസ് റൂമിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയൽസ്, അതാണ് അവരുടെ സർക്കിൾ. ആ ഒരു മെറ്റീരിയൽസ് ആണ് അവർക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഷെൽഫ് ഉണ്ടാവും, ആ ഷെൽഫിൽ ആ ഒരു ഏരിയയുടെ മെറ്റീരിയൽസ് ഓർഡറിൽ ഉണ്ടായിരിക്കും. എല്ലാത്തിനും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പേസ് ആയിരിക്കും. ആ സ്പേസിൽ നിന്ന് എടുക്കുന്ന മെറ്റീരിയൽസ് തിരിച്ച് ആ സ്പേസിൽ തന്നെ വെക്കണം. അപ്പൊ അതിന് ഒരു കൃത്യമായിട്ടുള്ള ഓർഡർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ലിമിറ്റും മക്കൾക്ക് കൊടുക്കുന്നുണ്ട്, എൻവയോൺമെന്റിന്റെ ഒരു ലിമിറ്റും കൊടുക്കുന്നുണ്ട്. ദെൻ ഡെവലപ്പ് എ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം കൊടുക്കണം. എടുക്കുന്നതും വെക്കുന്നതും അതുപോലെ ബ്രേക്കബിൾ ആണ്. മിക്ക മെറ്റീരിയൽസും ബ്രേക്കബിൾ ആണ്, പൊട്ടിപ്പോവും താഴെ വീണാൽ. അപ്പൊ അത് അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുമ്പോൾ അത് പൊട്ടിക്കാതെ തിരിച്ച് വെക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഈ മിക്സഡ് ഗ്രൂപ്പാണ് ഇവര്. ഇപ്പൊ 2.5 to 3.5 to 4 ഒക്കെ ഉള്ള ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും, കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഈ വലിയ കുട്ടികൾ എന്തായിരിക്കും, ഈ കുഞ്ഞു കുട്ടികളെ എപ്പോഴും കെയർ ചെയ്തുകൊണ്ട് നടക്കും. അവർക്കൊരു ഉത്തരവാദിത്തമാണ്, തന്റെ അനിയനാണ് അനിയത്തിയാണ്, എണീക്കിട്ടോ എന്ന് പറഞ്ഞ് കൈ പിടിച്ച് എണീപ്പിക്കുക. മെറ്റീരിയൽസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഞാൻ എടുത്ത് വെച്ച് തരാട്ടോ എന്ന് പറയും. അത് നോർമലി നമ്മൾ ക്ലാസ് റൂമിൽ മാത്രം കാണുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ദെൻ എയ്ഡ് ദ ചൈൽഡ് ഇൻ ഹിസ് കൺസ്ട്രക്ഷൻ. അവർ തന്നെയാണ് മേക്ക് ചെയ്യുന്നത്, അവർ തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, അവരാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. മെറ്റീരിയൽസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ അത് ഒരു സ്പൂണാണെങ്കിലും അതെടുത്തിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മൾ കാണിച്ചു കൊടുക്കുന്നേ ഉള്ളൂ, പിന്നെ അവര് ചെയ്യാണ്. ദെൻ വേരിയേഷൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സെൻസോറിയൽ ഏരിയയിലാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് വേരിയേഷൻസ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളുടെ ആണോന്ന് എനിക്കറിയില്ല, പിങ്ക് ടവറും ബ്രൗൺ സ്റ്റെയറും വെച്ചിട്ടുള്ള വേരിയേഷൻ വരുമ്പം പ്രിസവും ക്യൂബും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇത് ഡിഫറെന്റ് ആയിട്ട് സ്റ്റെയർ ആയിട്ടും അതുപോലെ പ്ലാന്റ് ആയിട്ടും ദെൻ ഈക്വൽ ആയിട്ടുള്ള സിഗ്സാഗ് ഒക്കെ ആയിട്ട് നമുക്ക് ആ രീതിയിൽ കൃത്യമായിട്ട് നമുക്ക് കുഞ്ഞിന് വേരിയേഷൻസ് കൊടുക്കുമ്പോൾ അവർ കൺസ്ട്രക്ട് ചെയ്യാണ്, സ്വന്തമായിട്ടുള്ള ഐഡിയാസ് അവരുണ്ടാക്കിയെടുക്കുകയാണ്. ഇപ്പോൾ ബ്രൗൺ സ്റ്റെയറും പിങ്ക് ടവറും സെയിം ഡയമെൻഷനാണ്. അപ്പോൾ അതേ ഹൈറ്റിൽ ഒരേ ഡയമെൻഷനുള്ള ഒരേ ആ ക്യൂബും പ്രിസവും ഒരേ ഹൈറ്റിൽ വെക്കുമ്പോൾ തന്നെ കുഞ്ഞിന് മനസ്സിലാവുന്നത് രണ്ടും ഒന്നാണെന്നുള്ളത്. അപ്പൊ അവർ കൺസ്ട്രക്ട് ചെയ്യാണ്, ബിൽഡ് ചെയ്യാണ്. അവർ ടവർ ബിൽഡ് ചെയ്യുക, സ്റ്റെയർ ബിൽഡ് ചെയ്യുക, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അപ്പൊ അത് കുഞ്ഞുങ്ങൾ സ്വന്തമായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നു എന്നുള്ളൊരു കൺസെപ്റ്റാണ് വരുന്നത്. തന്നെ ഇന്ന് ഒത്തിരി ലേറ്റ് ആയില്ല, 9:30 ആവാറ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ കുറച്ച് നോട്ട്സ് ഇതിനെ കുറിച്ച് ഇടാം. ടെക്സ്റ്റ് ബുക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്ന അതിലുള്ള എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങളും, ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരിക്കും. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നോട്ട്സ് വിടും. അപ്പം അബ്സോർബർ മൈൻഡ്, സെൻസിറ്റീവ് പീരീഡ്. സെൻസിറ്റീവ് പീരീഡ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതല്ലേ? സെൻസിറ്റീവ് പീരീഡ്സ് പറഞ്ഞതല്ലേ? പറഞ്ഞു. അപ്പൊ അതിന്റെ നോട്ട്സും കൂടെ ഞാൻ ഇപ്പം വിടാം കേട്ടോ. പിന്നെ എന്താണ് സബ് കോൺഷ്യസ് മൈൻഡ് അല്ലേ? കോൺഷ്യസ് മൈൻഡ്. യെസ്, അതും കൂടെ വിടാം. ഓക്കെ, അതിപ്പോ തന്നെ വിടാം, അല്ലെങ്കിൽ ഞാൻ മറന്നു. എങ്ങനെ പറഞ്ഞു മിസ്? അസൈൻമെന്റ് മറ്റേത് പെട്ടെന്ന് തന്നെ ഈ ഒരാഴ്ച കൊണ്ട് തന്നെ ആദ്യം തന്നെ വർക്ക് സബ്മിറ്റ് ചെയ്യും. അതിനുശേഷം ബയോഗ്രഫിൻ്റെത് ഇനി അതിന് ഒരാഴ്ചയും കൂടെ പഴയ വർക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് തരാം. അതിനുശേഷം ഒരു 2 വീക്സും കൂടെ ബയോഗ്രഫിന്റെ തരാം. പക്ഷേ അത് സബ്മിറ്റ് ചെയ്തവര് ഇത് പെട്ടെന്ന് സബ്മിറ്റ് ചെയ്തോളൂ കേട്ടോ. സബ്മിഷൻ ഡേറ്റിന് ശേഷം വരുന്നത് നിങ്ങളുടെ ഇന്റേണലിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ സബ്മിറ്റിംഗ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഡേറ്റ് ലാസ്റ്റിലേക്ക് വെക്കേണ്ട, പറഞ്ഞ് ഏകദേശം ഒരു 3, 4, 5 ദിവസം കൊണ്ട് തന്നെ സബ്മിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഓക്കെ, മറ്റേ ഇന്റേണലിനെ ബാധിക്കും. അതുപോലെ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഇപ്പൊ പലരും ഒരുപാട് പേര് ഇനിയും ജോയിൻ ആവാത്തതുണ്ട്. ഇപ്പൊ പലരും വിചാരിക്കുക റെക്കോർഡഡ് ക്ലാസ് കേട്ടാൽ മതി. പക്ഷെ റെക്കോർഡഡ് ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തന്നെ ഒരു മടുപ്പാണ് അല്ലെ? ചെറിയൊരു വിൻഡോയിൽ ഇങ്ങനെ. അതെ, അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ റെക്കോർഡഡ് ക്ലാസ് കേൾക്കാതെ ലൈവ് തന്നെ കേൾക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോവാം.
ഓക്കെ, മിസ് ശരി എന്നാ. സബ്മിഷൻ കറക്റ്റ് ഡേറ്റ് പറയോ? ഡേറ്റ് ഞാൻ ഇപ്പൊ ഇടാം. ഓരോന്ന് ഞാൻ ഡേറ്റ് ഇട്ടിട്ട് ഓരോന്നും ഡേറ്റ് മൊബൈൽ. പറഞ്ഞോ. ഓക്കെ ഓക്കെ, ഞാനിപ്പോ ഈ നോട്ട്സ് വിടുമ്പോ തന്നെ ഞാൻ ഡേറ്റ് അതിന്റെ നേരെ ഇട്ടിട്ട് നോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ മിസ്സേ. ഓക്കെ, ഞാൻ ലേറ്റ് ആയിട്ടാ ജോയിൻ ചെയ്തത്, കാരണം ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു. അപ്പൊ പിന്നെ വൈഫൈ വർക്കിംഗ് അല്ലാത്തോണ്ടായിരുന്നു കേട്ടോ ലേറ്റ് ആയി. ഓക്കെ ഓക്കെ. അല്ല 35 പേരെങ്ങാണ്ടുണ്ട്, ഇതിൽ 35 പേരൊന്നും ഇല്ല, അതാ ഞാൻ നോക്കിയത്. ഓക്കെ, എന്നാ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാം. Good night.